ഒറിജിനൽ കളർ യൂസ് ചെയ്തിട്ട് അതിൽ വാവ് റെഡിമെയ്ഡ് ബ്ലൗസാണ്, അതും വിത്ത് പാഡഡ് ആണ് വരുന്നത് കേട്ടോ. വെറൈറ്റികളുണ്ടല്ലോ വേണ്ടത്. നല്ല ഭംഗിയുള്ള നല്ല ഷെയ്ഡുകളാണ് കേട്ടോ മൂന്നും. ഇതിൻ്റെ ഇത്രയധികം വർക്ക് കാണാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്തു. അത് മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. ഇക്കത്തിൽ ഇത്രയും അധികം സാരീസിൻ്റെ കളക്ഷൻസ്, ഓർഗൻസയിൽ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത്, അങ്ങനെ അതിൻ്റെ തന്നെ വെറൈറ്റീസ് ഉണ്ട്. ഇത് സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ്. മംഗളഗിരി കളക്ഷൻസിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതൊക്കെ ഫുൾ ലിനൻ്റെ സാരീസ് ആണ്. വെറൈറ്റി മോഡലാണിത്. വാവ്. അത് നമുക്ക് സാരി ബ്ലൗസുമായിട്ട് യൂസ് ചെയ്യാം, സ്കേർട്ടിന്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന. സാരിയുടെ ഭംഗി കാണണമെങ്കിൽ നിവർത്തി കാണണം എന്ന് പറയുന്നത് വെറുതെ അല്ല. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തറ. എപ്പോഴും ഹോൾസെയിൽ വീഡിയോസ് എല്ലാം കണ്ടും അടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും, എന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതും ഒരു പീസായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തൃപ്പൂണിത്തറ കെ മോളിലേക്കാണ് വന്നിരിക്കുന്നത്. കളറിക്കൽസ് മോൾ. കളറിക്കൽസ് മോളിൽ അത്യാവശ്യം നല്ലൊരു ഫേമസ് മോൾ തന്നെയാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. എവിടേക്കാണ് വന്നിരിക്കുന്നത്? ആദ്യ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് മാത്രമല്ല കേട്ടോ, റെഡിമെയ്ഡ് ഐറ്റംസ് എല്ലാം അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോവാൻ. നമുക്ക് വരൂ. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം ആദ്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ യൂണിറ്റ് സെക്ഷനാണ്. അതുപോലെ തന്നെ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ള കുറേ വെറൈറ്റി സാരീസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, അങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം എന്താണ് ഇവിടുത്തെ കളക്ഷൻസൊക്കെ. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് എന്താണെന്ന് നോക്കിയാലോ. ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ബിസിയാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ മൈക്ക് സെറ്റ് ചെയ്യട്ടെ. ഇവിടെ ഒരു ചെറിയ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, എടുത്തോട്ടെ? കുഴപ്പമില്ല. അപ്പൊ ഇവിടെ എന്താണ് ഈ ആദ്യ എന്ന് പറയുന്നത്? ആദ്യ എന്ന് പറയുന്നത് നമുക്ക് ഡിസൈനിങ് ആണ്, മെറ്റീരിയൽ ഉൾപ്പെടെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് നമുക്ക് കടയിലൊന്ന് ഒരു ലുക്ക് ഒന്ന് കണ്ടു നോക്കിയല്ലോ. കടയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഓർഗനൈസ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെയാ വെറൈറ്റി കിട്ടുന്നത്? ഞാനിവിടെ കയറി. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടും പറയണമെന്നുണ്ട്. ഇതാ ആദ്യ നല്ല രസത്തിൽ ആ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റീസ്? കുറേ മിന്നണതും തിളങ്ങണതും നല്ല വെറൈറ്റി ഓർഗൻസിലും അങ്ങനെ വെറൈറ്റീസ്. അപ്പോൾ കാണിച്ചാലോ? നമുക്ക് കാണിക്കാം. അപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ കസ്റ്റമൈസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ട് ഇത് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബുട്ടിക് സ്റ്റൈലാണോ? ബുട്ടിക് സ്റ്റൈൽ. നമുക്ക് കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മെറ്റീരിയൽ ആയിട്ടും എടുക്കുന്നവരുണ്ട്, അല്ലാണ്ട് നമുക്ക് അവരുടെ ഇഷ്ടത്തിന്, കസ്റ്റമർ പറയുന്ന ഇഷ്ടത്തിനും പാറ്റേണിലും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് കളക്ഷൻ കണ്ടേക്കാളും മുന്നേ നമ്മളൊരു സ്വാഗതം പറഞ്ഞില്ലേ, ഹായ് വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് വൺ എടുക്കാം നമുക്ക്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇത് എന്തായാലും നല്ല അടിപൊളി ഒരു വർക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഇത് സെറ്റ് മറ്റേ അൺസ്റ്റിച്ചഡ് അല്ലേ? അൺസ്റ്റിച്ചഡ് ആണ്. ബോട്ടം ടോപ്പും ഷോളും ഒക്കെ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ വർക്കൊക്കെ നല്ല അടിപൊളി വർക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഷിമ്മറി ടൈപ്പ് ആയിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഫുൾ ഡിജിറ്റൽ പ്രിന്റിൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള, നല്ല എന്താ പറയുക, കുറച്ച് പാർട്ടിക്കൊക്കെ പോകാൻ പറ്റിയ അടിപൊളി കളക്ഷൻ. അതിൽ നമുക്ക് ടോപ്പ് ബോട്ടം ഉണ്ടാവില്ല അല്ലേ? ബോട്ടം ഇതിൻ്റെ ഉള്ളിലുണ്ട്, പ്ലെയിൻ ആയിട്ട് വരുന്നത്. ബോട്ടം പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ദുപ്പട്ട ഇതും വരുന്നുണ്ട്. ഇതിലും കളർ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഈ ഒരു കളറിൽ ഒതുങ്ങാവുന്നതല്ല, ഇതിൻ്റെ കൂടെ 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള കളർ, നല്ല ഭംഗിയുള്ള കളറാണ്. ഇതാ നല്ല ഭംഗിയുള്ള നല്ല ഷെയ്ഡുകളാണ് കേട്ടോ മൂന്നും. അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെങ്കിൽ ഈ 3 എടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഒരെണ്ണം വേണമെങ്കിൽ അതും തരും. അതെ, ഒരെണ്ണമായിട്ടും തരും. അപ്പൊ ഇങ്ങനെ കൊറിയർ അയച്ചു തരും നമ്മള്. പിന്നെ ഇവിടെ നേരിട്ട് വന്നവർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അളവെടുത്ത് അപ്പൊ ഈ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കാണുന്നത് നമുക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഇപ്പൊ തന്നെ കയ്യോടെ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ജസ്റ്റ് എവിടെയെങ്കിലും പോയിട്ട് വന്ന നേരം കൊണ്ട് നമ്മൾ അളവെടുത്ത്. അത് ശരി. അപ്പൊ ഉച്ചക്ക് വല്ല പ്രോഗ്രാമോ ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ പോന്നോ, അതെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടിട്ട് പൊക്കോ അല്ലെ? അതെ. തൊട്ടപ്പുറത്ത് ബ്യൂട്ടി പാർലർ ഉണ്ട്, എല്ലാം ഉണ്ട്, സലൂൺ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ചായി. അപ്പൊ ഇനി അടുത്ത കളക്ഷൻസിലേക്ക് കടന്നാലോ? അടുത്ത വെറൈറ്റി കളക്ഷൻ. അടുത്ത വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം വെറൈറ്റി ഇത്
ഇതൊരു വെറൈറ്റിയാണ്. ഇതിനകത്ത് ഇതാ ഇത് ക്രോഷ്യയുടെ ഷോള് ക്രോഷ്യ ചെക്ക് ദക്കോട്ട ചെക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. അതുപോലെ തന്നെ ബോട്ടം, പിന്നെ വരുന്നത് ദുപ്പട്ട വരുന്നത് ഷിഫോണിൽ ക്രോഷ്യയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഷിഫോണിൽ ക്രോഷ്യയുടെ സൈഡിലും അതുപോലെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. നിവർത്തി കണ്ടാലും അതിൻ്റെ ഭംഗി അറിയുള്ളൂ അല്ലേ? അതെ. ഇതാ ശരിക്കും ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് കേട്ടോ കണ്ടുവരുമ്പോൾ. അതിൽ ലൈനിങ് ഉണ്ടാവുമല്ലോ അല്ലേ? ലൈനിങ് നമ്മൾ ഇവിടെ തന്നെ എടുത്ത് ചെയ്യുവാണ്. ഓക്കെ. ഇപ്പൊ തയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈനിങ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലൈനിങ് എടുത്തിട്ട് ഡയറക്റ്റ് അപ്പോൾ പുറത്തേക്കൊന്നും പോകണ്ട, ലൈനിങ് നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇത് മാത്രം നിങ്ങൾക്ക് മതി എന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അതെ അങ്ങനെയും കൊണ്ടുപോകാൻ പറ്റും. മെറ്റീരിയലായിട്ടും കൊടുക്കും, പിന്നെ സ്റ്റിച്ച് ചെയ്തു വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് നമ്മുടെ ഓൺ ഡിസൈൻസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, വർക്കുള്ളത് വേണോ, വർക്ക് ഇല്ലാത്തതാണോ, സിമ്പിൾ വർക്ക്, നിങ്ങളുടെ എന്താണ് ആവശ്യം, നിങ്ങളുടെ എന്താണ് ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് അനുസരിച്ച് അല്ലേ ചെയ്തു ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്ത്. കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ ഒന്നും റേറ്റ് എടുത്ത് പറയുന്നില്ല, കാരണം ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായതാണ് പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ ഇവിടെ റേറ്റ് പറയുന്നത്. നമുക്കൊരു റേറ്റ് പറഞ്ഞ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതാണ്, അതുകൊണ്ടാണ് കേട്ടോ റേറ്റ് എടുത്ത് പറയാത്തത്. പിന്നെ നിങ്ങളുടെ എന്താ ബഡ്ജറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 1000 ആണ്, 1500 ആണ്, അല്ലെങ്കിൽ അതിൽ കുറച്ച് വർക്ക് ആഡ് ചെയ്യണം, അപ്പോൾ ഒരു ഇത്ര രൂപ റേറ്റ് കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഡിസൈൻസും പാറ്റേൺ, ഇപ്പോൾ ചിലർക്ക് പ്രിൻസ് കട്ട് വേണം, ചിലർക്ക് ഫുൾ വിരിവുള്ള ഡ്രസ്സ് വേണം, അനാർക്കലി സ്റ്റൈലിൽ വേണം, അപ്പോൾ അതിന് തുണി കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റ് മാറ്റും. അപ്പോൾ ഇനി കളക്ഷൻസ് കുറേ ഉണ്ട് കേട്ടോ കാണിക്കാനായിട്ട്, നല്ല നല്ല വെറൈറ്റികൾ. ഇതൊക്കെ നല്ല മൽമൽ കോട്ടണിൽ വരുന്ന സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് അല്ലേ, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്നത്. ഇപ്പോഴത്തെ ചൂടുകാലത്ത് പറ്റിയ ഐറ്റം. അതിൽ ടോപ്പ് നിവർത്തിക്കോട്ടെ, നിവർത്തിക്കോളൂ. ഇതിൽ ടോപ്പ് വരുന്നത് യോക്കിലും അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് കേട്ടോ. യോക്കിലൊരു ചെറിയ പാച്ച് വർക്ക് പോലെ ചെയ്തിട്ട് അതിൽ വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി ഒരു ദുപ്പട്ട, അതും മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട തന്നെയാണ് വരുന്നത്. പിന്നെ നല്ല പാൻറ്. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, പിങ്ക് ഉണ്ട്, പിന്നെ ഈ ഒരു 2 കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 3 കളറെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാത്തിനും 3 കളർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഇതും നല്ല മിന്നണത് തിളങ്ങണത്, ഫംഗ്ഷനൊക്കെ പോവാം. ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുക്കുന്നുണ്ട്. ഇതും ഒരു ഷിമ്മറി ടൈപ്പ് ആയിട്ടുള്ളത് തന്നെയാണ്. ഒരു ടിഷ്യൂ മെറ്റീരിയൽ കേട്ടോ. ടിഷ്യൂ മെറ്റീരിയലിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട്. അത് ഗ്രീൻ ഷെയ്ഡാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്, നല്ല അടിപൊളി ഷെയ്ഡ്. ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ. യോക്കിൽ വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയാനായിട്ട് ത്രെഡ് വർക്കും ഉണ്ട് അല്ലേ? ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും കൂടിയാണ് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാൻറ്റ് വരാണെങ്കിൽ പ്ലെയിനിലാണ് വരുന്നത് കേട്ടോ. അത് ഒരു ചെറിയൊരു ഷൈനിങ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. പാൻറ്റ് പ്ലെയിൻ, പിന്നെ അടിപൊളി ഒരു ദുപ്പട്ട അല്ലേ? അതെ, ഒരു റിച്ച് ഫീൽ, ഒരു ബനാറസി ദുപ്പട്ട എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റൈലാണ് കേട്ടോ. നല്ല ഫുൾ വീവിങ് ആണ് ഈ കാണുന്നത്, മൊത്തം വീവിങ് കണ്ടോ. പിന്നെ ദുപ്പട്ടയ്ക്കും ഒരു വലിപ്പക്കുറവൊന്നുമില്ല, നല്ല നീളത്തിലാണ് കണ്ടോ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിലും എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ തന്നെ ഡിസൈൻ വേറെ ഉണ്ട്, വേറെ ഡിസൈൻ ഉള്ളത്. ഇതാകുമ്പോൾ വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ശരിക്കും നിവർത്തി കാണിക്കായിരിക്കും നല്ലത്. നിവർത്തട്ടെ, നിങ്ങൾക്ക് പണിയാവൂലോ എന്ന് വെച്ചിട്ട്. ഇത് ശരിക്കും ഇങ്ങനെ ഒരു ജാക്കറ്റ് പോലെ ആയിട്ട് വരും. നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഒരു കട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കൊടുക്കൂട്ടോ. നല്ലൊരു ആലിയ സ്റ്റൈലൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാം തരം സ്റ്റിച്ചിങ് ഇവിടെ തരം ലേഡീസ് കിഡ്സിന്റെ സ്റ്റിച്ചിങ് ഉണ്ട്. പെൺകുട്ടികൾക്കുള്ളതും അമ്മമാർക്കുള്ളതും അങ്ങനെ ലേഡീസും മാത്രം. ജെൻസിന്റെ ഒരു ഐറ്റംസ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ലേഡീസിന്റെ കുട്ടികൾക്ക് തൊട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ കണ്ട വർക്ക് തന്നെയാണ് കേട്ടോ, പക്ഷെ അതിൽ കളർ ചേഞ്ച് ആണ്. നേരത്തെ കണ്ടത് ഗ്രീൻ ആണെങ്കിൽ ഇതൊരു പിങ്ക്, പീച്ച്, അങ്ങനെ ഒക്കെ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ വരുന്നതാണ്. അതിൻ്റെ കളർ ഓപ്ഷൻസ് ഇതാ ഇത്രയുണ്ട്. വൈലറ്റ് ഉണ്ട്, ചിക്കു ഷെയ്ഡ് ഉണ്ട്. ഇങ്ങോട്ട് നീങ്ങിക്കോ അപ്പോൾ കാണാം. ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചസാണ് വരുന്നത് കേട്ടോ. ഏത് വേണമെങ്കിലും അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് കളർഫുള്ളായിട്ട് വേണ്ട, നമുക്കൊരു സിമ്പിൾ സെറ്റലായിട്ട് മതി എന്ന് വെച്ചാൽ അതിന് പറ്റിയിട്ടുള്ള ടിഷ്യൂൻ്റെ മെറ്റീരിയൽ തന്നെ കേട്ടോ. സെയിം അതിൽ തന്നെ നമ്മൾ ടിഷ്യൂ മെറ്റീരിയലിൽ അതിൽ ഡിസൈൻ വന്നത്. അതെ, നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ, നമ്മുടെ കേരള ഫംഗ്ഷനൊക്കെ കൂടുതൽ ഇപ്പം ഇങ്ങനെയൊക്കെ ഈ കളറൊക്കെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഒരു ഗോൾഡിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ട്, പിന്നെ കാണുന്നത് മൊത്തം വീവിങ് ആണ്, ഒന്നും പ്രിൻ്റ് അല്ല വരുന്നത്. റേറ്റും റീസണബിൾ റേറ്റ് ആണ് കേട്ടോ, അധികം റേറ്റൊന്നും ഇല്ല. ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ്റ് ഇതാണ് പാൻറ്റ് വരുന്നത്. പിന്നെ വരുന്ന ദുപ്പട്ട ഞാൻ എൻ്റെ ദുപ്പട്ട എടുത്ത് കളയട്ടെ ആദ്യം. ഇത് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ത്രെഡ് വർക്കും അതുപോലെ ഗോൾഡൻ സെറീര വർക്കും സൈഡിലൊക്കെ ഇങ്ങനെ. ഇത് ഫുൾ വീവിങ് ആണ്. കോട്ടൺ ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ. കോട്ടൺ അല്ല, ടിഷ്യൂ മെറ്റീരിയൽ അല്ല, കോട്ടാ ചെക്ക് മെറ്റീരിയൽ. ടിഷ്യൂ അടിപൊളി സംഭവം കേട്ടോ. ഒക്കെ ഓരോന്ന് നല്ല ഒരു എന്താ പറയുക, റിച്ച് സ്റ്റാൻഡ് ഔട്ട് നിൽക്കുന്ന അങ്ങനത്തെ മെറ്റീരിയൽ വേണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അല്ലേ, നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതിൻ്റെയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ കളേഴ്സാണ്. അപ്പോൾ ഇത് വരുമ്പോൾ ഡിഫറെൻ്റ് ആയില്ലോ അടിയിൽ. ഇത് 3 ഇതേപോലത്തെ, ഇത് വേറൊരു മോഡലാണ്. അതാ ഞാൻ ആലോചിക്കുക, കളർ ഇരിക്കണ കാണുമ്പോഴേ ഏകദേശം എല്ലാതും ഒരുപോലെ. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കണ്ടത് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടത്. അതിൻ്റെ കളേഴ്സ് അല്ല, അതിൻ്റെ വർക്കുകൾ കുറച്ച് അങ്ങോട്ട് മാറും. പക്ഷേ ഷോളിൻ്റെ വർക്ക് മാറും, ടോപ്പ് സെയിം ആയിരിക്കും. പക്ഷേ ഇത് സെയിം കളറിൽ തന്നെ കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ അടിപൊളി ഒരു നല്ലൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല ആ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി വർക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗോൾഡൻ്റെ ഒരു ബൂട്ട വർക്ക് 3-4 ഷെയ്ഡ് ഉണ്ട്. 3-4 ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ. ഒക്കെ ഒന്നിലൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡുകളാട്ടോ. ഇത് വരുമ്പോൾ നമുക്ക് ബ്ലൂവിൽ ഈ കളറ്, ഇത് ഒരു ഷെയ്ഡ്, പിന്നെ ഇത് അടുത്തൊരു ഷെയ്ഡ്. അങ്ങനെ ഷെയ്ഡുകൾ നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടും. ഇനി ഇതിൻ്റെ പാൻറ്റ് നമുക്ക് നോക്കിയാലോ. ഇത് പിടിച്ചോ. ഇതിൻ്റെ പാൻറ്റ് വരുമ്പോൾ ഇതാണ് പാൻറ്റ്, കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിൻ്റെ ഒരു ഇത് ചേച്ചിക്കും മാച്ചാവും. ചേച്ചിന്ന് വിളിക്കുന്നോണ്ട് ആ ഒരു കളർ ഇതിലേക്കും മാച്ചാവും. അപ്പോൾ ദുപ്പട്ടയും അടിപൊളി കേട്ടോ. സൂപ്പർ, നല്ല സോഫ്റ്റ് അല്ലേ, നല്ല സോഫ്റ്റ് ആണ്, ഒരു റിച്ച് ഫീൽ തോന്നുന്നില്ലേ. ഇടയ്ക്കിടയ്ക്ക് മേടിച്ചിട്. നമ്മുടെ ഡ്രസ്സൊക്കെ ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ യൂണിഫോമാണ്. ഇവിടെ കുറച്ച് വേറെ പിള്ളേരുകളൊക്കെ നിൽക്കണ്ട. അവർ വേഗം ക്യാമറ കണ്ടപ്പോഴേക്ക് ഓടിപ്പോയി. ഇനി എന്താണ് ചേച്ചി വെറൈറ്റി? ഞാൻ അത് പിന്നെ നമുക്ക് ഇത് പറ്റാതെ റണ്ണിങ്ങിലും ഉണ്ട്. നമുക്ക് ഏത് ഈ കണ്ടതൊക്കെ റണ്ണിങ് ആണോ? ഇത് റണ്ണിങ് ഇങ്ങോട്ട് വരൂ, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ റണ്ണിങ് ആണ്. ഇത് കാണുന്നത് മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. നമുക്കിപ്പോൾ റെഡിമെയ്ഡ് അങ്ങനെ അൺസ്റ്റിച്ചഡ് ഒന്നും വേണ്ട, റണ്ണിങ് മെറ്റീരിയൽസ് ഇവിടെ വേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ അളവ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മുറിച്ചിട്ട് അവർ തന്നെ നമുക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പോൾ ജസ്റ്റ് 1-2 പീസ് ഞാൻ എടുക്കും. ഓർഗൻസയിൽ ചെക്ക് ഡിസൈൻ വരുന്നത് ഇതും പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനിൽ ഇങ്ങനെ വർക്ക്. ഇനിയിപ്പോൾ ഇത് പ്ലെയിൻ ആണെങ്കിൽ ഇതിലിങ്ങനെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വർക്ക് ഹാൻഡ് വർക്കൊക്കെ നിങ്ങളുടെ തന്നെയാണ്? നമ്മുടെ തന്നെയാണ് ഹാൻഡ് വർക്ക്. ഏത് വർക്കും ചെയ്യും. ഇതൊരു ഡിസൈനാണ്. ഡിസൈൻ വൈറ്റിൽ തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് ഓഫ് വൈറ്റിൽ തന്നെ വേണമെന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരുപാട് നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. ഹക്കോബയിലുണ്ട്, നമുക്ക് സോഫ്റ്റ് കോട്ടണിലുണ്ട്, ഓർഗൻസയിലുണ്ട്, ഇതിൽ വർക്കുള്ളതുണ്ട്. അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ഞാൻ ഇവിടെ ഒരു ഇത് നല്ല ഇപ്പൊ ചൂടായ കോട്ടന്റെ ഐറ്റംസ് ഉണ്ട്. അത് കൂടാണ്ട് ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള, നമ്മുടെ കേരള ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ്. ഇതൊക്കെ പട്ടുപാവടയൊക്കെ തയ്ക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ പറയും. ഇതിന്റെ ഈ പ്രിന്റ് ഒക്കെ മാറും കേട്ടോ. നമുക്കിപ്പോൾ മ്യൂറൽ പ്രിന്റിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കയ്യിൽ കിട്ടിയത് കുറച്ച് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കോട്ടണിൽ നോക്കുകയാണെങ്കിൽ കോട്ടണിൽ ചേച്ചി 2-3 കോട്ടണിലും കാണിക്കാം. നേരത്തെ നമ്മൾ കണ്ടത് ടിഷ്യൂ ആയിരുന്നു, ടിഷ്യൂവിൽ വർക്കുള്ളത്, അതുപോലെ പ്രിൻ്റ് ഉള്ളത്. അതുപോലെ ഇതാവുമ്പോൾ നമുക്ക് കോട്ടനാണ്, കോട്ടണിൽ പ്രിൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഏത് മെറ്റീരിയൽ ചോദിച്ചാൽ അതും ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ഒന്ന് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് വരാൻ ശ്രമിക്കുക. ഡയറക്റ്റ് വരണമെങ്കിൽ ഇങ്ങോട്ട് വരണം ചേച്ചി. തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ട തന്നെ ഉള്ള ഒരു മാളാണ്.
കെ മാൾ കലറിക്കൽ മാളാണ് അത് കെ മാൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ശരിക്കും ഫുൾ പേര് വരുന്നത് കലറക്കൽസ് മാൾ എന്നാണ്. ശരിക്കും ഇവരുടെ നോർമലി ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കെ മാൾ. കെ മാൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള, അതെ, ഫേമസ് ആയിട്ടുള്ള ഒരു മോള് തന്നെയാണ്. അതിൽ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ. ഷോപ്പിന്റെ പേര് ആദ്യ ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ബുട്ടിക്. അതാണ്. സ്റ്റിച്ചിങ്ങും ഉണ്ട് ഇവിടെ. നമുക്ക് അപ്പുറത്ത് സ്റ്റിച്ചിങ് ഉണ്ട്, അതൊന്ന് കാണണം നമുക്ക് എന്തായാലും. അപ്പൊ അതും കൂടി ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടെന്ന് നമുക്ക് കാണണ്ടേ. അപ്പൊ ഇതാ കോട്ടണിൽ ഇൻഡിഗോ ഷെയ്ഡിലും വരുന്നുണ്ട്, ബാട്ടിക് പ്രിന്റിൽ വരുന്നുണ്ട്. അങ്ങനെ കോട്ടണിൽ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട്. സിമ്പിൾ ആയിട്ട് ഒരു കുർത്തി വേണമെങ്കിൽ അതും വരെ സ്റ്റിച്ച് ചെയ്ത് തരും. അങ്ങനെ വലിയ ആർഭാടം വേണ്ട, സിമ്പിൾ ആയിട്ട് സാധാരണ ഏത് ആൾക്കാർക്കും വന്ന് എടുക്കാൻ പറ്റിയ ഒരു ഇതാണ്, ഐറ്റംസ് ആണ്. ഇപ്പൊ ഇനി ഒരു ഫംഗ്ഷൻ, കല്യാണമാണോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് പോവാനാണോ, എന്തിനും ചോറൂണാണോ, എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ അതെ അങ്ങനെ വരാണെങ്കിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ അല്ലേ. പിന്നെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് തന്നെ, ഇത് ഈ വെറൈറ്റികൾ അല്ലേ. ഇതൊന്നും എടുത്ത് കാണിച്ചാലോ. കാണിക്കാൻ വേണ്ടതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ അവിടെ തന്നെ തിരിച്ചു വെച്ചു. കുട്ടി ഇങ്ങോട്ട് വരൂ. കുട്ടി ക്യാമറ കണ്ടപ്പോ ബിസിയാണ്. കുട്ടിയുടെ പേര് പറയൂ. ഇവിടെ അടുത്താണോ താമസം? അല്ല, പൂത്തോട്ടം. അത് ദൂരം, എനിക്കറിയില്ലേ പൂത്തോട്ടം. പൂത്തോട്ടം പറഞ്ഞാൽ കുറച്ച് ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഞാൻ 2 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ 10 മിനിറ്റ് അല്ല, 10 കിലോമീറ്റർ ഒന്നുമല്ല. ഇതൊന്ന് ഒതുക്കി വെച്ചോട്ടോ. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻ എന്ന് പറയണത് ഇത് ബ്ലാക്കും റെഡും ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ കൂടുതൽ വന്നിരിക്കുന്നത്. ഇതിന്റെ വർക്ക് എന്ന് പറയാനായിട്ട് യോക്കിലാണ് ഇങ്ങനെ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാ യോക്കിൽ ഇങ്ങനെ നല്ല അടിപൊളി. ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ, എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സ്ലീവ് ഇത് വെക്കണത് സ്ലീവിലേക്കുള്ള വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിനെ പറ്റിയിട്ടുള്ള ഇതാ 2 ഷെയ്ഡ് ഇപ്പോൾ നിലവിലുണ്ട്. നിലവിൽ 2 ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ നല്ല പണി തന്നൂല്ലേ കുട്ടിയെ. ഇത് ബാട്ടിക്കിലാണല്ലോ. ഇത് നമ്മൾ എടുത്ത് കാണിച്ചോ? ഇല്ല. ഇത് മോളിൽ നിന്ന് എടുത്ത് കാണിക്കൂ. ഇതല്ലേ കാണിക്കാദ്യം. ഇത് ഫുള്ള് കാണിച്ചിട്ടില്ല. നല്ല നല്ല വെറൈറ്റി പീസുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അടിപൊളി സംഭവം കേട്ടോ. ഇത് നല്ല അടിപൊളി. ഇത് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ? അതെ, ഫുൾ ഹാൻഡ് വർക്ക്. അതും ടോൺ ടു ടോൺ. അതില് ഷോളും നല്ല ഭംഗിയാണ്. അപ്പൊ എന്തായാലും തുറന്ന് കാണിക്കണം. കണ്ടോ, ഇതിന്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗി. ഇത് വെച്ച് കാണിക്കുമ്പോൾ അതിനേക്കാളും ഭംഗി ഉണ്ടാവും കേട്ടോ. ഒന്ന് വെച്ച് ഇവിടെ ദുപ്പട്ട കണ്ടോ, ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ അതിനേക്കാളും ഭംഗിയാണെന്നാണ് പറയണത്. ചേച്ചി പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലേ, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു വിശ്വാസം അല്ലേ. ഫുൾ വർക്കോട് കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുൾ ഹാൻഡ് വർക്കാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതിൽ ഹാൻഡ് വർക്ക് വരുന്നത് വ്യത്യാസമായിട്ടുള്ളത് വരുന്നുണ്ട്. ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിരിക്കും കേട്ടോ. അതിന് തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതൊരു നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന വർക്കൊക്കെ ഉണ്ട്. എന്ത് മൈന്യൂട്ടായിട്ട് ആ ഒരു ഇത് ഭംഗിയിൽ അത് ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ നേരത്തെ കണ്ട ഒരു ബ്ലൂവിൽ തന്നെ സെയിം അല്ല, ഇത് സെയിം. അപ്പോൾ ഇനി ഒരെണ്ണം കിട്ടിയിട്ട് ഇനി ചേച്ചിക്ക് കിട്ടി, അനിയത്തിക്ക് കിട്ടി എന്നുള്ള വിഷമം വേണ്ട അല്ലേ. അപ്പോൾ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2-3 പീസ് വെച്ചിട്ടുണ്ട്. ബുട്ടിക് കളക്ഷൻസ് ആണ്. ഇത് നോക്കിയാൽ നല്ല നല്ല വെറൈറ്റി ആയിട്ട്. നേരത്തെ കണ്ടതാണെങ്കിൽ ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്നതാണ്. ഇതാണെങ്കിൽ നമുക്ക് ത്രെഡ് വർക്കിൽ വരുന്നതാണ്. ഇതിലും ദുപ്പട്ട വരുന്നുണ്ട്. ഇതാ വെറൈറ്റികൾ ഇങ്ങനെ എടുക്കണുള്ളൂ. ഇപ്പോഴാണ് പിള്ളേരുകൾ ഉഷാറായത്. കണ്ടോ, ദുപ്പട്ട ഫുൾ വർക്കോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, പീച്ച് കളറുണ്ട്. ഇത്ര കളർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് കോട്ട ചെക്ക് മെറ്റീരിയൽ ആയാലും അങ്ങനെ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. അപ്പോഴാണ് മനസ്സിലാവുള്ളത്. സ്റ്റിഫായിട്ട് നിൽക്കുന്നതല്ല കേട്ടോ. നെറ്റ് കോട്ടയിൽ നല്ല സോഫ്റ്റ് ആയിട്ട്, സാധാരണ നെറ്റ് കോട്ടയിൽ ഇങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്നത്. ഇത് അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റ് ഫീല് വരുന്നുണ്ട് കേട്ടോ. ഒരു ബുട്ടിക് സ്റ്റൈലിൽ തന്നെ. അടുത്തത് വേറൊരു വെറൈറ്റി കോട്ടൻ്റെ തന്നെ കട്ട് വർക്ക് വരുന്നതാണ് ഡിസൈൻ. ഇത് ഓരോന്നോരോന്ന് നിവർത്തുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് ടോപ്പ് വരുമ്പോൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് അല്ലേ.
പിന്നെ അടിയിൽ മൊത്തം ആ ഒരു ബാട്ടിക് സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് വന്നിട്ടുണ്ട്. അതിന് കൂടെ തന്നെ സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ദുപ്പട്ടയും കൂടിയും വന്നിട്ടുണ്ട്. ഒക്കെ നല്ല അടിപൊളി കളർ, അടിപൊളി ഷെയ്ഡ്. അത് ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ഷെയ്ഡ് തന്നെയല്ലേ കേട്ടോ. അപ്പോൾ ഇത് ഈ ഷെയ്ഡിൻ്റെ എത്ര പ്രാധാന്യം ഉണ്ടെന്ന് നോക്ക്. ഇതിൽ ദുപ്പട്ട ഇത്രയും ലെങ്ത്തിലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ലെങ്ത്തും വീതിയിലൊക്കെ വരുന്നുണ്ട്. പാൻറ് വരുമ്പോൾ സെയിം ടോൺ ടു ടോൺ കളറാണ് വരുന്നത്. ഇതിൽ 3 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു ഷെയ്ഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതൊരു ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പീസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് വേറെ ആൾക്കാർ പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമിക്കേണ്ട, ഇതിനേക്കാളും നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് വേറെ ഉണ്ടാവും. കാരണം ബുട്ടിക്ക് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുപോലത്തെ എല്ലാം ഉണ്ടാവുക, വെറൈറ്റീസ് എപ്പോഴും മാറി മാറി ഇരിക്കും കേട്ടോ. പിന്നെ ഏതാ ഉള്ളത്? ഇതോ, ഇത് കാന്ത പ്രിന്റ്, കാന്ത പ്രിന്റിലാണ് കേട്ടോ, കോട്ടണിൽ കാന്ത പ്രിന്റിൽ. ഇതിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. കളേഴ്സും ഒന്നിലൊന്ന് മെച്ചമായിട്ടുള്ള കളറാണ് കേട്ടോ വരുന്നത്. ഇനി കോൺട്രാസ്റ്റ് ആയിട്ടാണ് പാൻറ് വരുന്നത്. നമുക്ക് ഈ റെഡ് കളർ എടുക്കാം, ഇതായിരിക്കും കുറച്ചുകൂടി കാണാനും ഭംഗി. ഇതിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ പ്രിൻറ്റിൽ കാന്ത പ്രിൻറ്റ് വർക്ക് വന്നിട്ട് അതിൽ പാൻറ് വരുമ്പോൾ ഇതാണ് കോൺട്രാസ്റ്റ് ആയിട്ട് പാൻറ് വരുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ടയിൽ ആപ്ലിക് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രിൻറ്റും ഉണ്ട്, ആപ്ലിക് വർക്ക് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്നത് കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ കോൺട്രാസ്റ്റിൽ വരുന്നത് 2-3 കളർ ഓപ്ഷൻസ് വേറെയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കോട്ടണിന് വേണമെങ്കിൽ കോട്ടൺ, നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വേണമെങ്കിൽ ഫംഗ്ഷന് നിങ്ങളുടെ എന്താണ് ആവശ്യം. ഇപ്പോൾ ഇതോട് തീർന്നിട്ടില്ല കേട്ടോ, സാരി ഉണ്ട്, റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്, ഒക്കെ വെയിറ്റ് ചെയ്തിങ്ങനെ കണ്ടോണ്ടിരിക്കണം അല്ലേ. അതെ. ഇനി ജോർജറ്റ്, നമ്മൾ ഇത്ര നേരം കണ്ടത് ടിഷ്യൂ, ഇത് കാന്ത പ്രിന്റ്, അത് ഇത് കോട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ജോർജറ്റിൽ വർക്കുള്ളത്, അതിനും വെറൈറ്റി വർക്ക്സ്. ഇതാ അതിൽ ഇത് ലൈനിങ് വരുന്നുണ്ടാവില്ല അല്ലേ ഇതിൻ്റെ കൂടെ? ഇത് തന്നെ ബോട്ടം ഉള്ളൂ, ലൈനിങ് വേറെ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. അതും എടുക്കാൻ പുറത്തേക്ക് പോകുന്നു വേണ്ട, അതും ഇവിടെ തന്നെ കിട്ടും അല്ലേ. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അത് മുറിച്ചെടുത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇവിടെ തയ്ച്ച് തരുന്നതായിരിക്കും. ഓൺലി 2 hours മതിയെന്ന്. ഇനി ഓൺലൈനിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഒരു പീസ് തയ്ച്ച് ഒരു പീസാണെങ്കിലും നമ്മൾ തയ്ച്ചു കൊടുക്കും. മെഷർമെന്റ് നമുക്ക് തന്നാൽ മതി. പുതിയ മെഷർമെന്റ് എടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സഹായത്തോടുകൂടി തന്നെ അവിടെ എടുക്കാൻ പറ്റും. വീഡിയോ കോൾ ചെയ്ത് അളവെടുത്ത് നമ്മൾ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് ഒരു നല്ല അടിപൊളി വർക്കാണ്. ഇപ്പൊ ഈ കാണുന്നത് മാത്രമല്ല, ഇതിൽ ഹാൻഡ് വർക്ക് ഇങ്ങനെ പല പല വർക്കുകൾ, ഷോൾ ഇങ്ങനെ വരുന്നത്. ഓ, മൊഞ്ചത്തിയായോ? മൊഞ്ചത്തിയായി കണ്ടോ, ഇതിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അപ്പൊ നല്ല ഷെയ്ഡുകള് ഇതാ. ഓഹോ, 1-2 പീസല്ല, ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഇതൊന്ന് പിടിച്ച് ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ല നല്ല ഷെയ്ഡുകളാണ് ഒക്കെ. ഗ്രേ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഡാർക്ക് ബ്ലൂ ഉണ്ട്, പിന്നെ ലെവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കുകളും വ്യത്യാസമുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാത്തിൻ്റെയും വർക്ക് ഒരുപോലെ അല്ല, എല്ലാത്തിൻ്റെയും വർക്ക് കുറച്ച് ഡിഫറൻസ് ആണ് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ വർക്ക് വേറെ ആണെങ്കിൽ ഇതിൻ്റെ വർക്ക് വേറെയാണ്. അങ്ങനെ വർക്കുകളും മാറി മാറി വരുന്നുണ്ട്. കളേഴ്സും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജോർജറ്റിൽ യോക്കിൽ ഹാൻഡ് വർക്ക് വരുന്ന കളക്ഷൻസ്. ഇനി നമുക്ക് റെഡിമെയ്ഡ് കുർത്തീസ്. ഓക്കെ, റെഡിമെയ്ഡ് ആയിട്ട് ഇത് കുർത്തി മാത്രമായിട്ടാണോ വരുന്നത്? ബോട്ടം ആയിട്ട് വരുന്നുണ്ട്, പിന്നെ 3 പീസ് ആയിട്ട് വരുന്നുണ്ട്. ബോട്ടം, ടോപ്പ്, ഷോള്, അങ്ങനെ 3 പീസിൽ വരുന്നുണ്ട്. അപ്പൊ കുർത്തി മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാം. അല്ലെങ്കിൽ 2 പീസ് ആയിട്ട് 2 പീസ് വേണമെങ്കിൽ മേടിക്കാം. 3 പീസ് ആയിട്ട് 3 പീസ് റെഡിമെയ്ഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ അതൊരു സിംഗിൾ പീസ് ആയിട്ട് മേടിക്കാം. ഇനി ഇതിപ്പോൾ കസ്റ്റമൈസ് വേണമെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തുണ്ട്, ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാം, അപ്പുറത്തേക്ക് പോകാൻ അതൊന്ന് തയ്ച്ചു തരാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതില് ഇതൊരെണ്ണം നമുക്ക് നോക്കിയാലോ. പക്ഷെ ഇതൊക്കെ എടുക്കുമ്പോഴില്ലേ ഭയങ്കര ഇങ്ങനെ ഒരു പഞ്ഞിയൊക്കെ പിടിച്ച് ഇങ്ങനെ എടുക്കില്ലേ, ആ ഒരു ഫീലാട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയല്. അപ്പോൾ ഇതിൽ കട്ട് ബീഡ്സ് വർക്കാണ് വരുന്നത്. ഇത് സിംഗിൾ ആയിട്ടുള്ളൊരു കുർത്തി, ബിഗ് സൈസാണ് ഇത് വരുന്നത് കേട്ടോ. ഇത് എത്ര സൈസ്? എല്ലാ സൈസും ഉണ്ട്, മീഡിയം തുടങ്ങി XXL വരെ ഉണ്ട്. അതാണ് കേട്ടോ ആ സ്പിരിറ്റ് കേട്ടോ. ഇത് ബിഗ് സൈസ് ആണെന്ന് പറഞ്ഞാൽ ചെറുതും ഉണ്ട് ഇവിടെ, ചെറുത് തൊട്ട് വലുത് വരെ എല്ലാ സൈസ്. നിങ്ങളുടെ എന്താണ് സൈസ് വരുന്നത്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ എന്താണ് ബഡ്ജറ്റ്, അതിനനുസരിച്ചിട്ട്. ഇപ്പൊ ഇതാവുമ്പോ നമുക്ക് യോക്കിൽ ചെറുതായിട്ട് വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു മസ്ലിൻ ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് മസ്ലിനിൽ വരുന്നത്, ബിഗ് സൈസിൽ വരുന്നത്. ഇതിന്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ സെയിമില്, ഇതൊക്കെ സെയിം ആണോ വരുന്നത്? അതിന്റെ സൈസസ് ആണ് വേറെ അല്ലേ? ഓക്കെ ഓക്കെ.
അപ്പം പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് യോക്കിൽ മാത്രം വർക്ക്. ഇത് വിചിത്ര സിൽക്കാണെന്ന് തോന്നുന്നു. വിചിത്ര സിൽക്കിൽ. അപ്പോൾ ഏത് മെറ്റീരിയൽ ചോദിച്ചാലും ഉണ്ട്. ഇത് വിചിത്ര സിൽക്കിൽ യോക്കിൽ അതുപോലെ തന്നെ ടോപ്പ് മാത്രമായിട്ട് വരുന്ന ഒരു പീസാണ്. ആ. ഇതിനൊന്നും അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, എനിക്കിവിടുന്ന് കാണാൻ പറ്റും, അത്രയും റേറ്റ് ഒന്നും ഇല്ല. ഒക്കെ 700 ആ റേഞ്ച്, 800-ൻ്റെ ഉള്ളിൽ പിടിച്ചോ, 750-ൻ്റെ ഉള്ളിൽ പിടിച്ചോ. കറക്റ്റ് എക്സാക്റ്റ് റേറ്റ് ഞാൻ പറയില്ല. അതൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം. സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് ഒന്ന് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി അല്ലേ? അതെ. ഇത് എത്ര മണി തൊട്ടാ ഷോപ്പ് വരുന്നത്? നമ്മൾ 9:30 മുതൽ 7 മണി വരെയാണ് ഷോപ്പ്. സൺഡേ ഓപ്പൺ ആണോ? അതെ. സൺഡേ ഉണ്ടോ? സൺഡേ ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴാ ഒരു ദിവസം ലീവില്ലേ? നമുക്ക് അത് ഉണ്ടല്ലോ കുട്ടികളുള്ള കാരണം മാറി മാറി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ ഷോപ്പ് ഞങ്ങൾ ക്ലോസ് ചെയ്യില്ല. നിങ്ങൾ എപ്പോ വന്നാലും ഇവിടെ ആൾക്കാരുണ്ടാവും, അതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കോട്ടണിൽ വരുന്ന കുറേ, നമ്മൾ നേരത്തെ ആ ഇൻഡിഗോൻ്റെ നമ്മൾ കണ്ടുല്ലോ റണ്ണിങ് മെറ്റീരിയൽസ്, അതിനുള്ള കുർത്തീസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് 2 പീസാണ് വരുന്നത്. ഇത് 2 പീസ് അല്ലേ? ഓ, 2 പീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിപ്പോ ചൂട് സമയത്ത് ഇങ്ങനെ ഇടാം. ചൂട് സമയം കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹാക്കോബേര ഒരു ഷ്രഗ് വരുന്നുണ്ട് കേട്ടോ. ഈ ഷ്രഗ് വേണമെങ്കിൽ ഷ്രഗ് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വേണ്ടെങ്കിൽ വേണ്ട, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ വേറെ വേണമെങ്കിൽ വേറെ പെയർ ചെയ്യാം, നമ്മുടെ ഇഷ്ടം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. അങ്ങനെ മോഡലായിട്ടുള്ളതും ഉണ്ട്, ട്രഡീഷണൽ ആ രീതിയിലും ഉണ്ട്, എത്നിക് വെയർ ആ രീതിയിലും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കേരള ട്രഡീഷണൽ ആയിട്ടുള്ള കളക്ഷൻസ് നോക്കിയാലോ? നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഇത് 2 പീസ് ആണോ? അല്ല, സിംഗിൾ കുർത്തിയാണ്. ഞാനൊക്കെ വലിച്ചു വരിയിട്ടുണ്ട്, സോറി. ഇതാ സിമ്പിൾ ആയിട്ടുള്ള യോക്കിൽ അത്യാവശ്യം ഇങ്ങനെ അജ്രക്കിൻ്റെ വർക്കും അതുപോലെ ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇത് ഫുൾ ഇങ്ങനെ ഫ്രില്ലായിട്ട് വന്നിട്ടുള്ളത്. സ്ലീവ് ഇങ്ങനെ 3/4. ഇത് നമുക്ക് കേരള ട്രഡീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ ചോറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓടി വരുന്ന മനസ്സിൽ എന്താ, നമ്മുടെ കേരള ട്രഡീഷണൽ വെയർ, അതിന് പറ്റിയിട്ടുള്ള കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് വരുമ്പോൾ നമ്മൾ ഇവിടെ മോഡൽ അല്ലേ? ആ മോഡൽ അവിടെ ഇട്ടിട്ടുണ്ട്. സെയിം ഇതും ടിഷ്യൂല് തന്നെ ജാക്കറ്റ് മോഡൽ വരുന്നത്. ഇത് ബാക്കിൽ ഇങ്ങനെ ഒരു ഡ്രോ സ്ട്രിങ് ഒക്കെ കൊടുത്തിട്ട് ജാക്കറ്റ് ഒരു വന്നിട്ട് ഒരു ഇതാണ്. ഇത് ഫോയിൽ പ്രിന്റ് വർക്കാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ കളർ ചേഞ്ച് അങ്ങനെ ഉണ്ടാവും. കളർ ചേഞ്ച് ഇതിലില്ല. ഇപ്പോൾ ഇതിൽ സെയിം കളർ സെയിം കളറിൽ മീഡിയം തുടങ്ങി XXL വരെ ഉണ്ട്. ഇതിപ്പോ 5XL 6XL നമ്മൾ ചെയ്തു കൊടുക്കും. വേറെ കളർ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് നമുക്ക് നമ്മുടെ എന്താണ് ആവശ്യം. നമ്മളിപ്പോ ജസ്റ്റ് കുറച്ച് സാമ്പിൾസ് ഇവിടെ തയ്ച്ചു വെച്ചത് ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അതുപോലെ ഫോട്ടോ കാണിച്ചിട്ട് വരാണ് ചേച്ചി ഇതുപോലെ വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ഫോട്ടോ അയച്ചു കൊടുത്തോ, മെറ്റീരിയൽ ഇന്നതാണെന്ന് പറഞ്ഞോ, ഇങ്ങനെ ഇന്ന സൈസാണെന്ന് പറഞ്ഞോ, സാധനം 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ റെഡി നമ്മുടെ സ്ഥലത്തേക്ക് എത്തുന്നു അല്ലേ? പിന്നെ അത് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ധാവണിയൊക്കെ ആയിട്ട് വരുന്ന സെറ്റ്. ഇത് ധാവണിയായിട്ട് ഇത് തയ്ച്ചിട്ടില്ല, നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും, സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബ്ലൗസ് നമുക്ക് പല അളവായാണ്, നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ പറ്റില്ല. അതെ, വരുന്നവർക്ക് 1 മണിക്കൂറിനുള്ളിൽ ബ്ലൗസ് റെഡിയാക്കി കൊടുക്കും. ഞാൻ കുർത്തീസ വേണമെന്ന് വെച്ചാൽ 2 മണിക്കൂറാണ് പറയുന്നത്. പെട്ടെന്ന് കാരണം ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ട്, ഒന്നില്ലെങ്കിൽ മറ്റൊരാൾ, അങ്ങനെ സ്റ്റാഫുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. കോൺട്രാസ്റ്റ് കളേഴ്സും ഉണ്ട് കേട്ടോ ഇതില്. ഇത് ധാവണി സെറ്റാണ് വന്നെ. ഇത് ഇതിന്റെ കണ്ടോ, നല്ല എന്ത് രസമല്ല കാണാനായിട്ട്. ഫുൾ വർക്കോട് കൂടി വരുമ്പോൾ ഒക്കെ ഒന്നിലൊന്നും വെച്ചല്ലേ അങ്ങനെ. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇതിപ്പോൾ ധാവണിയായി, ഷ്രഗ് മോഡലായി. ഇതെന്താ? ഇതും ധാവണി സെറ്റ് തന്നെ, വെറൈറ്റി ആണല്ലേ? ആഹാ, ഇതിൻ്റെ വെറൈറ്റി എന്ന് പറയാനായിട്ട് ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളി വർക്കോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് അടുത്തേക്ക് നിൽക്കാം കണ്ടോ, നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടമ്മി ഉള്ളവർക്കാണെങ്കിൽ ടമ്മി ഫീൽ ചെയ്യില്ല, കാരണം സ്റ്റിച്ചിങ് അതുപോലെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഇതിൻ്റെ കളറും നന്നായിട്ടുണ്ട് കേട്ടോ. എന്താ ഭംഗിയില്ലേ, നല്ല വെറൈറ്റി ഫുൾ പ്രിന്റ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൗസ് വരാണെങ്കിൽ ഓറഞ്ച് ഷെയ്ഡിലെ ബ്ലൗസ്, സ്ലീവിലേക്ക് വർക്ക് വരും കേട്ടോ. അങ്ങനെയാണ്. ഇത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്. ഇനിയിപ്പോൾ ടിഷ്യൂ വേണ്ട, നിങ്ങൾക്ക് കോട്ടണിലാണ് വേണമെന്ന് വെച്ചാൽ കോട്ടണിലും വരുന്നുണ്ട് അല്ലേ? അങ്ങനെ ഇതൊക്കെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ നല്ല ഐറ്റംസ് ഉണ്ട്. ഇത് ഡിജിറ്റൽ പ്രിന്റിൽ
സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാണ്. അതിൽ ഫുൾ ഡിജിറ്റൽ പ്രിൻറ്റ് തന്നെ മാറി വരുന്നത്. കഴിഞ്ഞ് ഡിജിറ്റൽ പ്രിൻറ്റ് വേണ്ട, നിങ്ങൾക്ക് യോക്കിൽ വർക്ക് മാത്രമായിട്ട് മതി എന്ന് വെച്ചാൽ അങ്ങനെ. ഇതാ ഇതൊക്കെ യോക്കിൽ ഇങ്ങനെ വർക്കുകളൊക്കെ വേറെ ആയിട്ട് വരും കേട്ടോ നമുക്ക്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. അത് കൂടാണ്ട് നമുക്ക് യോക്കിൽ വാൽക്കണ്ണാടി ടൈപ്പ് വേണമെന്ന് വെച്ചാൽ അതുമുണ്ട്. ഇനി നിങ്ങളുടെ എന്താണ് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇതൊക്കെ വാൽക്കണ്ണാടിയിൽ വരുന്നതാണ്. അങ്ങനെ വർക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇനിയിപ്പോൾ ട്രഡീഷണൽ ഇതെന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റാ? എന്തും നമ്മുടെ ധാവണി സെറ്റിന് സെറ്റ് ആ ഇതും ധാവണി സെറ്റാണ്. ടെമ്പിളിൻ്റെ ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് വലിച്ചു വാരി ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് പാവങ്ങൾ എത്ര നേരമായി. ഇത് സ്കേർട്ടും ബ്ലൗസുമായിട്ട് വരുന്നതാണ്. ധാവണി പോലെ തന്നെ. ധാവണിയില്ല, ഇത് ദുപ്പട്ട ഇല്ല, വരുന്നില്ല. ഇതിൽ ടോപ്പും ഇത് മാത്രമായിട്ട് അല്ലേ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു സ്കേർട്ട്, അതിലേക്ക് നമുക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ പിള്ളേർക്ക് വേണമെങ്കിൽ അങ്ങനെ. ചെറിയ പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരു 15-18 വയസ്സ് വരെ, അത് അവരും വലിയ പിള്ളേരൊക്കെ ആയി അങ്ങനെ. പിന്നെ വരുന്നത് നമുക്ക് ഞാൻ കിട്ടണോടത്തുനിന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതും നല്ല അടിപൊളി സംഭവമാണല്ലോ. അത് 2 പീസാണ്. ആ, പക്ഷെ എടുക്കണതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല ടൈപ്പ് മെറ്റീരിയൽ. നമുക്ക് ആ തൊടുമ്പോഴുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ള ഒരു കോളർ നെക്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ്. 2 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ പാൻറ്റും വരുന്നുണ്ട് കേട്ടോ. 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇത് വരുന്നത്. 2 പീസ് കോൺസെപ്റ്റ്. പിന്നെ നമുക്ക് ഖാദി കോട്ടൺ ആ ടൈപ്പ് വേണമെന്ന് വെച്ചാൽ അതിലേക്കും പറ്റിയിട്ടുള്ള കുറേ ഇക്കത്തിൻ്റെ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ സിംഗിൾ കുർത്തിയിൽ പെടുന്നതാണ്. ഇതൊക്കെ ഇക്കത്തിൻ്റെ പ്രിൻറ്റിലൊക്കെ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഇപ്പോഴത്തെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കോട്ടണിൽ അതിൻ്റെ ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ ആ ഒരു കോട്ടൻ്റെയിൽ വരുന്ന കളക്ഷൻസാണ് വരുന്നത്. ഇതൊക്കെ ഇക്കത്തിൻ്റെ ആ ഒരു പ്രിൻറ്റിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. കളേഴ്സ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ എപ്പോഴും ഇവിടെ എന്താ പറയുക, ഒരേ ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, മാറിക്കൊണ്ടിരിക്കും. എല്ലാ സൈസും അവൈലബിൾ ആണ്. നമ്മൾ മാറ്റി വെച്ചേക്കുന്നതാണ്. അല്ല ഇതിപ്പോ ഈ സംഭവം കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് വെറൈറ്റികൾ പുതിയത് വന്നുകൊണ്ടിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. ഇത്ര നേരം ആലിയ കട്ട് എന്താ കണ്ടില്ല എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലിയ കട്ട് മോഡലിലും ഉണ്ട് ഇവിടെ ഫുൾ പ്രിൻ്റ് ആയിട്ട് വരുന്നത്. ഇത് ഒരു കുർത്തിയാണ്. ഇതിൽ സൈഡിൽ ഇങ്ങനെ ഡ്രോസ്ട്രിങ് കൊടുത്തിട്ടുണ്ട് കെട്ടാനായിട്ട് കേട്ടോ. ഇത് ആലിയ കട്ട്. ആലിയ കട്ട് പറഞ്ഞപ്പോഴാണല്ലേ വരുന്നത്. ഇത് നല്ല റയോണിൻ്റെ മെറ്റീരിയൽ കേട്ടോ, നല്ല സോഫ്റ്റ്. അപ്പോൾ റയോണ്ടിൽ ഇതൊക്കെ ബിഗ് സൈസാണ് വരുന്നത്. ഇതിൻ്റെ ഏത് സൈസ് ചോദിച്ചാലും ഉണ്ട് കേട്ടോ. ആലിയ കട്ട് മോഡലുണ്ട്. അങ്ങനെ മോഡലുകളും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വൈറ്റിൽ വേണമെങ്കിൽ വൈറ്റ്. ഇതൊക്കെ നല്ല അടിപൊളിയുണ്ട് അല്ലേ. ഇതൊക്കെ ഏത് പിടിച്ചാൽ ടോപ്പാണ്, ഗൗൺ ടൈപ്പ് അല്ലേ. പക്ഷെ ഇതൊക്കെ ഏത് പിടിച്ചാലല്ലേ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യണം. അങ്ങനെ ചില സ്ഥലത്തൊക്കെ നമുക്ക് പിടിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര പരപ്പരപ്പ്, ഭയങ്കര റഫ്നെസ് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ ഏത് ഞാൻ കയ്യിലെടുത്താലും അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താണ് മോളിൽ ഇവിടെയാണ് ആലിയ കട്ട് മോഡലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഇതൊരു വെറൈറ്റിയാണ്. ഹൈറ്റുള്ള ആൾക്കാർ വരണം, നമ്മളൊന്നും വേണ്ട. ഇത് അങ്കറക്ക പാറ്റേണിൽ അങ്കറക്ക പാറ്റേണിലാണ് ഇത് വരുന്നത്. കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ ഇത് വരുന്നത്. ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട എടുക്കാൻ വരുന്നത്. ഇതൊരു സിംഗിൾ ഇങ്ങനെ ഒരു കളറിലാണ് വരുന്നത്. ഇതിൻ്റെ സൈസസും അവൈലബിൾ ആണ്. ഇതൊക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. നമ്മൾ ഇടുമ്പോഴേക്കും അങ്ങനെ ഭയങ്കര സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ്. പിന്നെ വരുന്നത് മസ്ലിനിൽ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇത് സൈഡിലൊക്കെ ഇങ്ങനെ ഇത് അങ്കറക്ക സ്റ്റൈലിൽ തന്നെ കുറച്ച് വർക്കായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കെട്ടാനായിട്ട് ഡ്രോ സ്ട്രിങ്ങും കൊടുത്തിട്ട് നമ്മുടെ ഷേപ്പ് അനുസരിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണോ. ഇത് മസ്ലിനിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റ്, പിന്നെ വരുന്ന ഇതിൻ്റെ ദുപ്പട്ട. ഇപ്പോൾ നിങ്ങൾക്ക് മോഡൽസ് മാത്രം കാണിച്ചു തന്നത്. ഇത് കൂടാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വീണ്ടും എടുത്ത് പറയാം. സ്റ്റിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് ഉഗാണ്ടയിലിരിക്കണം എന്ന് വെച്ചാൽ അവിടെ വരെ എത്തിച്ച് തരും കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയാണ് എൻ്റെ സൈസിൽ കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കോൾ ഉണ്ടല്ലോ, വീഡിയോ കോൾ ചെയ്യുക, മെഷർമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ളവർ എങ്ങനെയാണ് മെഷർമെൻറ്റ് ചെയ്യുക? നമ്മൾ ഓൺലൈനിൽ നിന്നാണ് അവരോട് പറഞ്ഞു കൊടുക്കും. അറിവില്ലെങ്കിലും
പറഞ്ഞു കൊടുക്കും എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന്. ആ അളവിൽ തന്നെ നമ്മൾ ചെയ്ത് ടേപ്പ് ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കണം അങ്ങനെ ഷോൾഡർ എടുക്കേണ്ടതും ചെസ്റ്റ് വേസ്റ്റ് ഒക്കെ എടുക്കേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇവിടെ എഴുതി എടുക്കും കറക്റ്റ് മെഷർമെന്റ്, എന്നിട്ട് അത് തയ്ച്ചിട്ട് അവരെ കയ്യിലേക്ക് കിട്ടുമ്പോ എന്താ രസല്ലേ കാണുമ്പോ കേൾക്കുമ്പോൾ. ഇതൊക്കെ എന്താ സാരീസ് ആണ്. പിന്നെ ബ്ലൗസുകളുണ്ട് റെഡിമെയ്ഡ്. റെഡിമെയ്ഡ് ബ്ലൗസുകൾ നോക്കി വെറൈറ്റികളാണ് കേട്ടോ ഇരിക്കുന്നത്. മൊത്തം റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഇത്രയും അധികം കളക്ഷൻസ് ഉണ്ട്. അതും വിത്ത് പാഡഡ് അടക്കമാണ് ഇത് വരുന്നത്. അത് കൂടാണ്ട് സാരീസ് ഇവിടെ ഉണ്ട് നമ്മുടെ ഇത് ഫുൾ സാരീസ് അല്ലേ, അടിപൊളി സാരീസ്. ഒന്ന് നോക്കിയാലോ ഒന്ന്. ഞാൻ വരാന്ന്, ഹൈറ്റ് ഉള്ളവര് വരാന്ന്, ഞാൻ വരാന്ന്. ഇത് മോഡലില് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ മോഡലിലാണ്. ഇതില് മോഡലിലാണ് വരുന്നത്. ഷിബോറി പ്രിന്റ്, അതിൽ പ്രിന്റ് അല്ല സിബോറി ഡിസൈൻ. അതിൽ നമ്മുടെ ഇതെവിടെ പോയി, ഇതാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പല്ലു പോർഷൻ നല്ല രസമുണ്ട് അല്ലേ. പിന്നെ ഭയങ്കര സോഫ്റ്റും ആണ് കേട്ടോ. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ഇതിലെല്ലാം ഇതൊക്കെ ശരിക്കും ഒറിജിനൽ ആണ് കേട്ടോ. നമുക്ക് ഡൂപ്പ് എന്ന് പറഞ്ഞ സംഭവം ഒറിജിനലാണ്. ഇതൊക്കെ സാരിയാണ് കേട്ടോ വരുന്നത്. സാരിയിൽ ഇന്ന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ പണ്ടേ തൊട്ടുള്ള ഡിസൈനാണ്. ഇപ്പോഴും ആ ഒരു ഡിസൈൻ നിലനിന്നുകൊണ്ട് പോകുന്ന വേറൊരു ഡിസൈൻസ് മാറും അല്ലേ. അതെ അതെ. ഇതൊക്കെ മോഡലിൽ വരുന്നതാണ്. സത്യം പറയാലോ ഇതിന് മുകളിൽ കിടക്കാൻ തോന്നുന്നുണ്ട്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇനി ഇതൊന്ന് ഇവിടെ ഒന്ന് പിടിച്ചേ. ഇതിൻ്റെ ഇത്രയധികം വർക്ക് കാണാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്തു. അതാണ് ഇത്രയും വർക്ക്. അത് ഫുൾ നമുക്ക് വീവിങ്ങിലാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടറിയാം. ഫുൾ വീവിങ് ആണ് കേട്ടോ. അത് അയൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ തുണി ഇങ്ങനെ തന്നെ ഒരു ക്രഷ് ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മോഡലിൽ തന്നെ വരുന്നത് കേട്ടോ. പിന്നെ ഇത് എടുക്ക്. എന്ത് സാരീസ് എന്നാ പറഞ്ഞത്? പെൺകലങ്കാരി സാരി. ഒന്നുകൂടി പറഞ്ഞേ. പെൺകലങ്കാരി പെൻ അതായത് മനസ്സിലായി. പെൻ കലങ്കാരി വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പാനോണ്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഇത് സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും നമുക്ക് പിടുത്തം കിട്ടില്ല. ഇത് ഓരോന്നും ഓപ്പൺ ചെയ്താലും അതിന്റെ ഭംഗി അറിയുള്ളൂ. ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ഒക്കെ കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ കളേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ കളർ യൂസ് ചെയ്തിട്ട് അതിൽ വാവ് സൂപ്പർ കണ്ടോ. ഇത് ഇങ്ങോട്ട് വരും കണ്ടോ. സാരിയുടെ ഭംഗി കാണണമെങ്കിൽ നിവർത്തി കാണണം എന്ന് പറയണത് വെറുതെ അല്ല. ഇത് ഫുൾ നമുക്ക് മുന്താണിയുടെ പോർഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തം ബോഡിയിലും ഇതുപോലെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് വർക്കുള്ളത് വേറെയും വരുന്നുണ്ട്. വേറെ ഇതൊക്കെ അതിൽ തന്നെ. ഇതൊക്കെ പക്ഷെ ഭയങ്കര സോഫ്റ്റ് ഫീലിംഗ് കേട്ടോ. വെറൈറ്റികളുണ്ട്, ഇല്ല എന്ന് പറയണില്ല. വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. കളക്ഷൻസ് നല്ലത് ചൂസ് ചെയ്യാൻ അപ്പോഴേ പറ്റുള്ളൂ. ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. ആ ഒരു കൊതി അങ്ങനെ തീർച്ചാലേ നമുക്ക്. സാരീസിൻ്റെതാ കണ്ടോ. ഫുൾ വർക്ക് ബോഡിയിൽ വർക്കോട് കൂടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മുന്താണിയുടെ പോർഷനും ഫുൾ വർക്ക് ഉണ്ട്. ഇതിൻ്റെ കളേഴ്സ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. 1-2 പീസിൽ ഒതുക്കുന്നതല്ല. ബുട്ടിക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ അതിൻ്റെ കളക്ഷൻസ് അല്ല ഇരിക്കുന്നത് മൊത്തം. ഒന്നുകൂടി പറഞ്ഞ മോളെ എവിടെയാ വാ. കാളഹസ്തി മംഗളഗിരി കളക്ഷൻസിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണത്? നമ്മൾ ഇത് സൈറ്റിലുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ വെബ്സൈറ്റൊക്കെ ഉണ്ട്. വെബ്സൈറ്റിൽ എന്താ വെബ്സൈറ്റിൻ്റെ പേര്? ആദ്യ.com. ഇത് വെബ്സൈറ്റ് ഉണ്ട്. അപ്പം വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ കളക്ഷൻസും ഉണ്ട്. അപ്പം ഇനി പ്രൈസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രൈസ് അടക്കം ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. അതുപോലെ ഇതൊക്കെ നമ്മുടെ കേരളത്തിലത്തെ ഡിസൈൻസ് ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റിൻ്റെ പേര് ഞാൻ മറന്നു. ഏത്?
ഏതോ ഒരു സ്റ്റേറ്റ്, ഞാൻ പേര് മറന്നു ഇപ്പോൾ വായിൽ കിട്ടുന്നില്ല. മംഗളഗിരി ഡിസൈൻസ് ആണ്. ഡിസൈൻസ് ആണ് അത്, ഇവിടുത്തെ ഈ സ്റ്റേറ്റിലത്തെ അല്ല അത് സ്റ്റേറ്റ് വ്യത്യാസമുണ്ട്. അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. അതിനനുസരിച്ച് എന്ന് വെച്ചാൽ പ്യുവർ ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയില്ലേ, നമ്മുടെ നാട്ടിലെ കേരള ട്രഡീഷണൽ ഐറ്റംസ് എന്ന് പറയാം. പാലാണ് ഇതിൽ യൂസ് ചെയ്തേക്കണേ, വാട്ടർ, അതായത് പാലിൻ്റെ കണ്ടൻ്റാണ്. അതിനകത്ത് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഒറിജിനൽ ആയിട്ട്. അപ്പൊ ഇത് സംഭവം എന്ന് പറയുന്നത്, ഈ പ്രിന്റ് എന്ന് പറയുന്നത് ഈ മെഷീൻ പ്രിന്റ് ഒന്നും അല്ല ഇത് യൂസ് ചെയ്തത്, ഒക്കെ ഒറിജിനൽ രീതിയിൽ. എന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാർ പ്രിന്റ് ചെയ്യുമ്പോൾ അവര് ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ വെജിറ്റബിൾ ഡൈ യൂസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. വെള്ളത്തിന്റെ അംശം അവർ കുറവാണ് യൂസ് ചെയ്യണത്. പാല് സ്മെല്ലുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. നേരിട്ട് വന്നാലാണ് അതൊരു ഫീല് കിട്ടുള്ളൂ. പാലിന്റെ ഇത് വരുന്നുണ്ട്, സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പണ്ടത്തെ ട്രഡീഷണൽ രീതിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത ഇതിന് കൊടുക്കണം. അത്രയും വർക്ക് ഇതിൽ കയറിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രിന്റ് വരുന്ന വർക്കല്ല കേട്ടോ. ഇതൊക്കെ ഫുൾ വീണ്ടും വീണ്ടും എടുത്ത് പറയാം. അപ്പം അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും അതിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇത് വാങ്ങിയാൽ തന്നെ അതുപോലെ ശ്രദ്ധിക്കും നമ്മൾ വാഷ് ചെയ്യുമ്പോഴും ഡ്രൈ ക്ലീനിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് സ്മെല്ലും ഉണ്ട്, അതേപോലെ ക്വാളിറ്റി ഉണ്ട്. അത്രയും എന്താ പറയുക, ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. നല്ല വെറൈറ്റി ആണ് കേട്ടോ അത്. അപ്പോൾ ഇതൊരു സാരീസിൻ്റെ ഇത്രയും കളക്ഷൻസ് വരുന്നുണ്ട്. ഒരു മോഡല് അത്രയും കളക്ഷൻസ് ആണ്. പിന്നെ വേറെ നമുക്ക് ഉള്ളത് പിന്നെ നോർമലായിട്ടുള്ള നമുക്ക് ഓർഗൻസയിൽ വരുന്ന കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഓർഗൻസയിൽ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത്, അങ്ങനെ അതിൻ്റെ തന്നെ വെറൈറ്റീസ് ഉണ്ട്. എന്താ ഇത് ബ്ലൗസ് അടക്കമാണോ ഇത്? അതെ അതെ, ബ്ലൗസ് ബ്ലൗസ് നിങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ? വിചിത്രയുടെ ബ്ലൗസ് അല്ലേ? ഇത് ഓർഗൻസയിൽ നമുക്ക് സാരി വരാണെങ്കിൽ വിചിത്രയുടെ ബ്ലൗസ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ തയ്ക്കാൻ നേരമില്ല, ഇവിടെ കൊണ്ടുവന്ന് തയ്ച്ചോ, അപ്പോൾ അതിനനുസരിച്ച് വേഗം തയ്ച്ച് കിട്ടുന്നതായിരിക്കും. അങ്ങനെ വെറൈറ്റികളുണ്ട് സാരീസിൽ തന്നെ. പറയൂ. കോട്ടൺ ആണ്, മോഡൽ സിൽക്കിൻ്റെ ഡിസൈനാണ് വന്നത്. ഡിസൈൻ ഞാനും ഉണ്ടാണ് ഇതൊക്കെ കുറച്ച് നേരം. ഇവർ കുറേ നേരം ഉണ്ടാണ്ടിരിക്കണം, ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഒന്ന് പറയണ്ടേ. കോട്ടണിലും വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കോട്ടണിൽ നമുക്ക് ത്രെഡ് വർക്ക് വരുന്നതാണ് കേട്ടോ. കളേഴ്സും ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇത് അങ്ങോട്ട് വെച്ച് തരട്ടെ? വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ സാരീസിൻ്റെ ഇനി ഇതിൽ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ? മോഡലിൻ്റെ സാരീസ് ആണ്. ഇങ്ങോട്ട് വാ, എടുത്തതാ. അജ്രക് പ്രിന്റിൽ അല്ലേ? മോഡലിൽ കേട്ടോ. മോഡലിൽ വരുന്ന പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി നിൽക്കും. നിൽക്ക് ഓരോന്നോരോന്ന് കാണിക്കട്ടെ. ഇതാ ലഹരിയിൽ അല്ലേ? ഇത് വിത്തൗട്ട് ബോർഡറിൽ വരുന്നതാണ്. അതിൻ്റെ കളർ ചേഞ്ചസും വരുന്നുണ്ട് കേട്ടോ. അതൊരെണ്ണം തുറന്നു നോക്കിയാലോ നമുക്ക്? എന്തായാലും തുറന്നാലല്ലേ അതിൻ്റെ മുന്താണിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. മോഡൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത്. ഇതാണ് മുന്താണിയിൽ വരുന്ന വർക്ക് കേട്ടോ. സിമ്പിളാണ്, ഒരു സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. എല്ലാവർക്കും അങ്ങനെ ആർഭാടം വേണ്ടെന്ന് വെച്ചാൽ ഒരു രീതിയിലുണ്ട്. ഇത് ബാന്തിനിയിൽ വരുന്നതാണ്. അതിൽ ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസാന്ന് തോന്നുന്നുണ്ട് അല്ലേ? മുന്താണി. ഇത് മുന്താണി. ബ്ലൗസ് ഇവിടെ. അതെ അതെ അതെ, ഇത് ബ്ലൗസ് കേട്ടോ. ഒരു ബാട്ടിക്ക് പ്രിന്റിൽ വരുന്നതാണ്. വെറൈറ്റികളുണ്ടല്ലോ വേണ്ടത്. ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഒരു ലൈറ്റ് ഷെയ്ഡിൽ വേണമെന്ന് വെച്ചാൽ അതെടുക്കാം, കുറച്ച് ഡാർക്കായിട്ട് വേണമെന്ന് വെച്ചാൽ ഇതെടുക്കാം. അങ്ങനെ വെറൈറ്റികൾ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസുകൾ നോക്കിയാലോ? സാരീസ് കണ്ടു, സാരീസിനെ പറ്റിയിട്ടുള്ള. അത് ശരി, ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ച് കണ്ടോ? ഇതൊക്കെ റെഡിമെയ്ഡ് റെഡി ടു വെയർ സാരീസ്. അതിൽ ബ്ലൗസ് ഉണ്ടാവോ? ഉണ്ടോ? ഇതില്ലേ? ഓക്കെ. ഇത് ബ്ലൗസ് വരുന്നത്. അപ്പോൾ ഇതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇത് ഫുൾ വീവിങ് ആണ് കേട്ടോ ഇത് വരുന്നത്. കണ്ടോ, ഇത് ഫുൾ വീവിങ് ആണ് വരുന്നത്. ഇതൊക്കെ വീവിങ് ആയാലും ഇതിൻ്റെ പ്രിന്റുകൾ വരുന്നുണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് മൊത്തം സാരീസാണ് ഇരിക്കുന്നത്. ഒക്കെ ഡിഫറെൻറ്റ് ഡിസൈൻസ്, ഡിഫറെൻറ്റ് ഇതിൽ വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് കൂടാണ്ട് റെഡിമെയ്ഡ് ബ്ലൗസിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതും നല്ല വെറൈറ്റീസ്. ഇതൊക്കെ ഫുള്ളി ഇരിക്കുന്നത് റെഡിമെയ്ഡ് അല്ലേ? പാച്ച് വർക്കിൻ്റെ. ഇത് പാച്ച് വർക്കിൽ വരുന്നത്. പണ്ടത്തെ കാലം ഓർമ്മ വരുന്നില്ലേ? ഇത് ഫുൾ റെഡിമെയ്ഡ് ബ്ലൗസാണ്. അതും വിത്ത് പാഡഡ് ആണ് വരുന്നത് കേട്ടോ.
അതും പല പല വർക്കുകൾ പാറ്റേൺസ് വരുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ബാക്കിലാണ് ഇതിൻ്റെ ഹൂക്ക് വരുന്നത്. പിന്നെ ഈ കാണുന്നത് മൊത്തം കൈകൊണ്ട് ചെയ്തിട്ടുള്ളതാട്ടോ, കാന്ത വർക്ക് എന്നൊക്കെ പറയാം. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലേ, നല്ല രസമായിരിക്കും. ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സാരി ഉടുക്കാം എന്നുള്ളതാണ്. അതാണ് കോൺസെപ്റ്റ്. കണ്ടോ എത്ര കളേഴ്സാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം സാരിക്ക് വേണ്ടിയിട്ട്. ആ സാരീസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു പാറ്റേൺ ആയിട്ടുണ്ട്. ഇതൊക്കെ ബാക്കിലാണ് ഹൂക്ക് വരുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് ഇനി സിംഗിൾ കോട്ടണിൽ വരുന്നതാണെങ്കിൽ അങ്ങനെ പല മോഡൽസ് ഉണ്ട് കേട്ടോ. കലങ്കാരിയിലുണ്ട്, ഇതാ കലങ്കാരി മോഡലിൽ, കലങ്കാരിയിൽ വരുന്നുണ്ട്. അതൊക്കെ എല്ലാത്തിനും പാഡ്. ഇതൊക്കെ നിങ്ങൾ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വേണ്ട, ബാക്കിൽ ഹൂക്ക് ഇടാൻ ബുദ്ധിമുട്ടുള്ള ചില പെണ്ണുങ്ങൾക്കൊക്കെ കൈവേദനയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ടിൽ ഹൂക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്ത് തരുന്നതായിരിക്കും, കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മളൊന്ന് മോഡൽ പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഫോട്ടോ കാണിക്കുകയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതിനനുസരിച്ചിട്ട് ഇവിടെ സംഭവം റെഡി. ഇത് പഫ് എന്ന മോഡലാണ്. ഇതാ പഫ് താഴത്ത് പട്ട വന്നിട്ട് പഫായിട്ട് വീനെക്കിലാണ് കേട്ടോ വരുന്നത്. ബാക്കിലും നല്ല വീനെക്കിൽ ഡീപ്പ് നെക്കായിട്ട് വരുന്നത്. ഡീപ്പ് വേണ്ട, ചെറിയ രീതിയിൽ നെക്ക് മതി, സിമ്പിളായിട്ട് മതി, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇതൊക്കെ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഇട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡിസൈനർ ബ്ലൗസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതി. ഇങ്ങനത്തെ മോഡലുണ്ട്. ഇത് ബ്ലാക്ക്, ഇത് പല കളർ ഉണ്ട് കേട്ടോ. ഈ സെയിമില് ഈ മോഡലില് പല കളേഴ്സ് വരുന്നുണ്ട്. എടുക്കുകയാണെങ്കിൽ ഒരുപാട് എടുക്കേണ്ടി വരും. ഇതൊക്കെ ഫുൾ കാണുന്നത് നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ സെക്ഷനാണ് കേട്ടോ. ഇതൊക്കെ കലംകറിയിലുണ്ട്, അങ്ങനെ കോട്ടണിലുണ്ട്, കൗഡിയിലുണ്ട്, അങ്ങനെ പല പല പല. പിന്നെ ഇതൊക്കെ സൈസസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഇത് 34 സൈസ് മുതൽ ഉണ്ട്. നമുക്ക് സൈസസ് ചൂസ് ചെയ്യാനുണ്ട്, അല്ലാണ്ട് ഫ്രീ സൈസസ് അല്ല. ഓക്കെ. അപ്പോൾ സൈസസും ഉണ്ട്. അപ്പോൾ നമ്മുടെ സൈസ് പറയുകയാണെങ്കിൽ ആ സൈസിന് നമുക്ക് എടുത്ത് തരും. അതൊക്കെയാണ് നമുക്ക് റെഡിമെയ്ഡ് കളക്ഷൻസ്. ബ്ലൗസിൻ്റെ മാത്രം വരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ. ഇതൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ആണ് കേട്ടോ വരുന്നത്. ഇത് ഫുൾ റെഡിമെയ്ഡ് ബ്ലൗസിൽ സ്ലീവ് ലെസ് ആയിട്ടുള്ളതുകൊണ്ട് സ്ലീവ്ലെസ് ഉണ്ട്, സ്ലീവ് ഉള്ള മോഡലുണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. വെറൈറ്റികൾ എടുക്കും. ബ്ലൗസ് അടിപൊളി കേട്ടോ. ഇതൊരു വെറൈറ്റി ബ്ലൗസ്. ഇതെന്തിനാ ഇപ്പം ഹാങ്കറിൽ നിന്ന് എടുത്ത് ഇതിങ്ങനെ വെച്ചാലല്ലോ അതിന് ഭംഗി അറിയുള്ളൂ. കണ്ടോ, ഇത് ഫ്രീ സൈസ് അല്ല, ഫ്രീ സൈസ് ആണ്. നമുക്കിത് ഏത് സൈസും ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യായാലും നിങ്ങളൊന്ന് സൈസ് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് പറയുകയാണെങ്കിൽ, ബ്രാ ഇടുന്നതിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ആ സൈസിൽ നിങ്ങൾക്ക് ആ അളവിലാക്കി തരുന്നതായിരിക്കും. അതും വേണമെങ്കിൽ ചെയ്ത് തരും. ഇനി ഫ്രീ സൈസ് വേണം നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ കാണുന്നതൊന്നും പ്രിന്റ് അല്ല, ഫുൾ വീവിങ് ആണ് കേട്ടോ. അതെ, അതും കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഒന്നും എംബ്രോയിഡറി വർക്ക് അല്ല വരുന്നത്, ഒക്കെ കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് വരുന്നത്. അടിപൊളിയില്ല. പിന്നെ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ വേറൊരു മോഡലുണ്ട്. മോഡൽസ് വേണ്ടതുണ്ടല്ലേ റെഡിമെയ്ഡിന് തന്നെ ചൂസ് ചെയ്യാനായിട്ട്. ഇത് ഓക്കെ. ഇതിന്റെ ബാക്കിലാണ് വർക്ക് വരുന്നത്. ഫ്രണ്ടിലല്ലോ കാണിക്കേണ്ടത്, ബാക്കല്ലേ കാണിക്കണ്ടേ അല്ലേ? അടിപൊളി. ഇതൊക്കെ ഫുൾ കൈകൊണ്ടുള്ള വർക്കാണ് കേട്ടോ. അടിപൊളി വർക്കായിട്ടുണ്ട്, സൂപ്പർ, ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഫ്രീ സൈസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കൈ സ്ലീവിലേക്കും വർക്ക് വരുന്നുണ്ട്, സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലും വർക്ക് വരുന്നുണ്ട്. പിന്നെ ലൈനിങ് എടുക്കാണ് കേട്ടോ ഈ കാണിക്കുന്നത് മൊത്തം. പിന്നെ ഇത് കൂടാണ്ട് കുറച്ച് സ്ലീവ്ലെസ് ആയിട്ടുള്ളത്. ഇതിൽ എങ്ങനെയാ ഉള്ളിൽ സ്ലീവ് ഉണ്ടാവും? സ്ലീവ് ഉണ്ട്, അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ ഇവിടുന്ന് മേടിക്കുകയാണെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇത് വിത്ത് പാഡഡ് പ്രിൻസ് കട്ട് മോഡലാണ് വരുന്നത്. ബാക്കിലാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത്. ഇതിൻ്റെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. കുറച്ചുകൂടി ഒന്ന് എടുക്കുമോ? ഈ കുട്ടി ഇങ്ങോട്ട് വരൂ. കുട്ടി ഇട്ടുന്ന ഓരോന്നോരോന്ന് കുട്ടിക്ക് അറിയാം വെറൈറ്റീസ് എവിടെയാണ്. മോഡൽ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി മോഡലാണിത്. വാവ്. അത് നമുക്ക് സാരി ബ്ലൗസുമായിട്ട് യൂസ് ചെയ്യാം, സ്കേർട്ടിന്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന, ക്രോപ്പ് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ആ സ്കേർട്ട് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം, എങ്ങനെ വേണേലും ഇടാം. ഡിഫറെന്റ് ഒരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനത്തെ വെറൈറ്റി ബ്ലൗസുകൾ തപ്പി കഴിഞ്ഞാൽ എങ്ങടെ വരണ്ടേ? തൃപ്പൂണിത്തുറയിലേക്ക് വരിക. തൃപ്പൂണിത്തുറ പിടിക്കാൻ വരെ ബസ് സ്റ്റോപ്പിലൊന്നും അല്ല, തൃപ്പൂണിത്തുറ വരിക, കെ മോളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറാം. ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യ. അങ്ങനെ ആദ്യ അടിപൊളി പേരല്ലേ? ആരാ ചൂസ് ചെയ്തേ? അത് ഞങ്ങളുടെ സാറും മാമൊക്കെയാണ്. അതെ. ഇതിന്റെ അർത്ഥം എന്താ? ആദ്യം വരുന്ന അങ്ങനെയാണോ ഉദ്ദേശിക്കണേ? അറിയില്ല കേട്ടോ. അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ആദ്യ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വരാം. അപ്പൊ ആദ്യം നിങ്ങൾ ഓടി ഇങ്ങോട്ട് പോകുന്നു.
കുട്ടിക്ക് ഇടാൻ വെച്ച പേര്. അതെ. അപ്പൊ ഇനി കുട്ടി ഉണ്ടാകുമ്പോ കുട്ടിക്ക് വിടാം. ആ കുട്ടീന്റെ പേരാണോ? മൈക്കില്ലേട്ടാ. കുട്ടിക്ക് ഇടാൻ വേണ്ടി വെച്ച പേരാണ്. അത്രയും അറിഞ്ഞാൽ മതി. ബാക്കി ഡീറ്റെയിലേക്ക് ഒന്നും കിടക്കില്ല. നമ്മൾ കളക്ഷൻസ് കാണാനാ വന്നിരിക്കുന്നത് അല്ലേ? കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ലീവ്ലെസ് ആയിട്ട്, പക്ഷേ സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒക്കെ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ കളക്ഷൻസ് ആണ്. ഇങ്ങനത്തെ മോഡൽ വേണമെങ്കിലും ഉണ്ട്. നമുക്ക് നമ്മുടെ രീതിയിലുള്ള നാടൻ സ്റ്റൈൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. പല വെറൈറ്റീസ് ഉണ്ട്. ഒക്കെ ഡിസൈനർ ബ്ലൗസസ് ആണ് വരുന്നത്, റെഡിമെയ്ഡ് ബ്ലൗസസ്. ഇനി ഇത് വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസും ഉണ്ട് ഇവിടെ അല്ലേ? അതെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് റെഡിമെയ്ഡ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരെണ്ണോടെ എനിക്ക് കാണിക്കാനുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോണത് കോപ്പർ സെറിയുടെ വർക്കാണ് കേട്ടോ. ബ്ലാക്കിൽ കോപ്പർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. അപ്പോൾ അതും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ തന്നെ വെറൈറ്റി വർക്കായിട്ട് വരുന്നതുണ്ട്. ഇതാ ഒക്കെ വിത്ത് പാഡഡ് ആണ്. ഇനി പാഡഡ് വേണ്ട, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മതി അങ്ങനെയാണെങ്കിൽ അതുണ്ട്, അങ്ങനെയുണ്ട്. അല്ല, ചിലർ പറയും അയ്യോ പാഡഡ് വേണ്ട എന്നുള്ളത്. അങ്ങനെ ബ്ലൗസുകളുടെ ഇനി വെറൈറ്റികൾ വരുന്നുള്ളൂ. അജ്രക്കിന്റെ ബ്ലൗസ് ആണ്. അജ്രക്കിന്റെ മാത്രം ഇത്ര കളക്ഷൻസോ? അപ്പൊ നേരത്തെ അവിടെ നമ്മൾ കുറെ കണ്ടതോ? അത് കലംകാരി, ഇത് അജ്രക്കില്, ഇത് ഇക്കത്തില്, അങ്ങനെ ഇതൊക്കെ പാഡഡ് അല്ലാത്തത് അല്ലേ? ഇതൊക്കെ നല്ല നല്ല കോട്ടൻ്റെ, അതും വിത്ത് ലൈനിങ് അടക്കം വരുന്നതാണ്. പിന്നത്തെ കാര്യം പറയാനുള്ളത് ഹുക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഹുക്കൊക്കെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അടുപ്പിച്ചിട്ടുള്ള ഹുക്കുകളാണെന്ന് വെച്ചാൽ ഗ്യാപ്പ് വന്നാലും കാണില്ല. അതൊക്കെ പറയാനുണ്ട്. ഇതൊക്കെ നമുക്ക് അജ്രക്കിൽ വരുന്ന കുറേ ഏത് കളർ വേണമെങ്കിലും ഉണ്ടാവും. ഒക്കെ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. 3 വെറൈറ്റീസ് ഉണ്ട്. ഇത് നന്നായിട്ടുണ്ട് ഈ കളറ്. ഇതൊക്കെ കോട്ടണിൽ തന്നെ വരുന്നത്. പാഡ് ഇല്ലാത്ത മോഡലാണ്. പാഡ് ഇല്ലാത്തത്. നേരത്തെ കണ്ടതൊക്കെ നമുക്ക് ഡിസൈനർ പാഡ് ഉള്ളത്. അപ്പോൾ പാഡ് വേണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു, ഇതിൽ നിങ്ങൾക്ക് പാഡ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു തരും. ചെയ്തു തരും. ചിലവർക്ക് പറയും ഇതാണ് ഇഷ്ടപ്പെട്ടത്, എന്നാൽ പാഡ് ഇല്ല. ഈ പാഡ് ഉള്ളത് പാഡ് കളഞ്ഞും കൊടുക്കും നമ്മൾ. ഇനി എന്താണ് നമുക്ക് വേണ്ടി ഇരിക്കുകയാണ് എനിക്ക് പറയാം അല്ലേ? നമ്മുടെ എന്താ ആവശ്യം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഇത്രയും അധികം റെഡിമെയ്ഡ് ബ്ലൗസിന്റെ റേറ്റ് പറയാൻ പറ്റുമോ? റെഡിമെയ്ഡ് നമുക്ക് സ്റ്റാർട്ടിങ് 400 തൊട്ടാണ് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത്. അവിടെ നിങ്ങളുടെ റേറ്റുകൾ കയറി പോകും. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കാം. വെബ്സൈറ്റിന്റെ പേരൊന്നുകൂടി പറഞ്ഞാൽ ഗോ ആദ്യ എന്നാണ് കേട്ടോ. goadia.com എന്നാണ്. ആദ്യ മാത്രമല്ല. അപ്പം ഇനി അടുത്തത് നോക്കണമെങ്കിൽ ഇനി പ്ലെയിനിൽ വേണമെന്ന് വെച്ചാൽ പ്ലെയിനിലും ഉണ്ട്. നമ്മൾ ഇത്ര നേരം കണ്ടത് കലംകാരി, അജ്രക്ക് അങ്ങനെ വെറൈറ്റികളായിരുന്നു. ഇനി പ്ലെയിനിലാണ് ഇത് ഫുള്ള് കാണുന്നത്. അതിലും സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഏത് കളർ വേണമെങ്കിൽ പാഡ് ഉണ്ട്, പാഡ് ഇല്ലാത്തതുണ്ട്. ഇഷ്ടപ്പെട്ടത് ഏത് വേണമെങ്കിലും അപ്പം തന്നെ വേഗം വന്നിട്ട് എടുത്തോ കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. ഇവിടെ മെറ്റീരിയൽസ് ഉണ്ട്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തയ്ച്ച് എടുക്കാവുന്നതാണ്. കഴിഞ്ഞിട്ട് ഇവളെ വെറൈറ്റികൾ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ വെച്ചോ. ഇതൊക്കെ നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ബ്ലൗസുകളാണ് കേട്ടോ. കണ്ടോ, അതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി വർക്കൊക്കെ വന്നിട്ടുള്ള. അതിൻ്റെയും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കളേഴ്സാണ് വരുന്നത്. സെയിം ഇതിൽ തന്നെ. പിന്നെ കാണുന്നതൊക്കെ ചെറിയ ബൂട്ട വർക്കാണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം പ്രിൻസ് കട്ടിലാണ് വന്നിരിക്കുന്നത് വർക്ക് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ മോഡലിൽ തന്നെ നമുക്ക് കളേഴ്സും ചൂസ് ചെയ്യാനായിട്ടുണ്ട്. ഇനി കുറേ സാരികൾ ബ്ലൗസ് മാത്രം ഇട്ടിട്ട് നടക്കാൻ പറ്റുമോ? സാരി വേണ്ടേ? അപ്പോൾ സാരികളുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ സാരീസും വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുമോ? അപ്പോൾ ഫുൾ സാരീസ് ഇങ്ങനെ അപ്പോൾ ഇതിൽ സാരീസ് എന്ന് പറയുമ്പോൾ അവിടെയും കുറേ സാരീസ് കണ്ടു, ഇവിടെയും കുറേ സാരീസ്. ഈ സൈഡിലുള്ളത് എന്തായിരിക്കണേ? ട്രഡീഷണൽ സാരി. നേരത്തെ കണ്ടത് നമുക്ക് കുറച്ച് സ്റ്റേറ്റ് വിട്ടിട്ടുള്ള സാരീസ് ആയിരുന്നു. അതിൽ മോഡൽ വരുന്നുണ്ട്. അങ്ങനെ പല സ്റ്റേറ്റിലത്തെ സാരീസൊക്കെ, ആന്ധ്രയിലത്തെ സാരീസൊക്കെ ഉണ്ടായിരുന്നു. ഇത് വരുമ്പോൾ നമുക്ക് കേരള ട്രഡീഷണൽ രീതിയിലുള്ള സാരീസ്. അപ്പോൾ അതിൽ ഇതെടുക്കാം നമുക്ക്. പറയും പറയാനൊന്നുമില്ലേ? ഞാൻ പറയാം. ടിഷ്യൂലാണ് ഫുൾ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഒരെണ്ണം ഓപ്പൺ ചെയ്യേണ്ട കേട്ടോ. ഒരെണ്ണം ഓപ്പൺ ചെയ്യേണ്ട. കാരണം അതിൻ്റെ ആ ഒരു മുന്താണി കാണിച്ചില്ലെങ്കിൽ മിസ്സായി പോകും. ഇത് പിടിച്ച വർക്ക് ഇതാ
ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ. അതുപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷൻ കൊടുത്തത്. ഇത് കാണുന്നത് മുന്താണിയുടെ ഭാഗമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് ഉടുക്കണ ഭാഗത്ത് അല്ലെങ്കിൽ അടിവശത്ത് വരുന്ന ഭാഗത്തും നമുക്ക് ഇത്രയ്ക്ക് വീതിയിൽ ബോർഡർ വരുന്നുണ്ട്. ടിഷ്യൂലാണ് ഇത് വന്നിരിക്കുന്നത് വർക്ക്. ടിഷ്യൂ ആണെങ്കിൽ ടിഷ്യൂ, കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിൽ, റേറ്റ് വേണമെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ നേരിട്ട് വരണമെങ്കിൽ നേരിട്ടൊന്ന് വന്ന് നോക്കി ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ മേടിക്കണ വേണ്ടതെന്ന് അത് രണ്ടാമത്തെ ചിന്ത. വന്ന് നോക്കിയിട്ട് നമുക്ക് എന്തായാലും തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റില്ല. ഇതാണ് നമ്മളവിടെ കണ്ടത്. ആന്ധ്ര, ഹൈദരാബാദല്ല, പെൻ കലങ്കാരി, ആന്ധ്ര ഒറിജിനൽ ഇതാണ് വർക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രഷ് പെയിൻറ്റും ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒറിജിനൽ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് നമ്മളവിടെ കണ്ടു. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. പിന്നെ വരുന്നത് സാധാരണ ഒരു പട്ട് സാരി. അതിൽ നമുക്ക് കോപ്പറിൻ്റെ സെറീസാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബോർഡർലെസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിൽ ബോർഡർ വരുമ്പോൾ കോൺട്രാസ്റ്റ് ആണോ വരുന്നത്? അല്ല, ഇത് മുന്താണി വരുന്നത് ഇത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട് കേട്ടോ. ആ സെറീര വർക്ക് പോയിട്ടുണ്ട്. ഇത് ടെസറിൽ വരുന്നത് കേട്ടോ. ടെസറിൽ ത്രെഡ് വർക്കാണ് കേട്ടോ. വിത്തൗട്ട് ബോർഡറിൽ വരുന്ന കളക്ഷൻ ടെസർ, അതും പ്യുവറിൽ. ഇതിൽ മുന്താണി വരുമ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ലൈൻ ആയിട്ട് ഇങ്ങനെ പോയിട്ടുള്ളതാണ് കേട്ടോ. ഈ ലൈൻ എന്ന് പറയുന്നത് ഒക്കെ ത്രെഡ് കൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. പ്രിൻറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വിത്തൗട്ട് ബോർഡറിൽ. ഇതിൽ കളേഴ്സ് ഒരുപാട് ഉണ്ട് കേട്ടോ ചൂസ് ചെയ്യാനായിട്ട്. ടെസർ ഉണ്ട്. അങ്ങനെ എന്താ പറയുക, സാരീസിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നു അതൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലേ? ഒരു എനിക്കല്ലോ രണ്ടാൾക്കും സാരീസ് എടുക്കാനുള്ള ബിസി. ഇത് വരുമ്പോൾ നമുക്ക് കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. ഒരു ഗ്രേയിൽ ഒരു റെഡ് ഷെയ്ഡായിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ബോർഡറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുന്താണിയും സെയിം ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതാ സെയിം അത് കോൺട്രാസ്റ്റിൽ വരുന്നത്. ഇങ്ങനത്തെ ഒരു കളക്ഷൻ ഉണ്ട്. വാവ്, ഇത് ഫുൾ ലൈൻ ആയിട്ട് കേട്ടോ. വിത്തൗട്ട് ബോർഡറിൽ വരുന്നത് ലൈൻ ആയിട്ട് വരുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ആ, ഇത് നമുക്ക് കേരള ട്രഡീഷണൽ അങ്ങനെ പറയാനും പറ്റില്ല. നമുക്കിപ്പോൾ സാധാ സിമ്പിളായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ കേരള ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ രണ്ട് രീതിയിലും പെടുത്താം കേട്ടോ. ഇതിന് കളേഴ്സും ഉണ്ട് ഇതിൽ. പിന്നെ പക്ക ചെക്കിൽ നമുക്ക് കസവ് സാരി എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ. ഇതൊക്കെ കാണിക്കുന്നത് വിത്ത് ബ്ലൗസോടെ കാണോ? വിത്ത് ബ്ലൗസ്. ഇതൊക്കെ ബ്ലൗസ് അറ്റാച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് മുണ്ടാണ് വരുന്നത്. ആഹാ, സെറ്റ് നമ്മൾ ധാവണി കണ്ടു, സാധാരണ സ്കർട്ട് ടോപ്പും കണ്ടു, സാരി കണ്ടു, സെറ്റ് മുണ്ടായി കേട്ടോ. ഇനി ഇത് ഫുൾ പ്രിൻറ്റിലാണ് കേട്ടോ വരുന്നത്. സെറ്റ് മുണ്ടിൽ തന്നെ ഇത്ര വീതിയിൽ വരുന്ന ലൈൻ ആയിട്ട് പോയിട്ടുള്ള വർക്കാണ് കേട്ടോ. അതിൽ തന്നെ നമുക്ക് ബ്ലാക്ക് ഗോൾഡും വേണമെന്ന് വെച്ചാൽ ഗോൾഡും ബ്ലാക്ക് ആയിട്ടുള്ളത് ലൈൻ ആയിട്ട് പോയിട്ടുള്ളത് സെറ്റ് മുണ്ടിൽ വരുമ്പോൾ ബ്ലൗസ് ഉണ്ടാവില്ലല്ലോ. നമുക്ക് സാരിയിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതിന് ബ്ലൗസിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസ് അല്ലേ, ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഏതോ വേണമെങ്കിൽ വെച്ചാൽ അതിന് മാച്ച് ചെയ്തെടുക്കാം. ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കളറാണ് നമുക്ക് ഇഷ്ടം വെച്ചാൽ അത് ആ ബ്ലൗസ് ഇടാം. ഇതൊരു വെറൈറ്റിയാണ്. ഇതിന് നമ്മുടെ കസവിൻ്റെ ഒരു വീതി, ഹാഫ് ആൻഡ് ഹാഫ് പോലെ അല്ലേ? അതെ. അപ്പോൾ ഒന്ന് നിർത്തി കാണിക്കാം. ഇത് വിത്തൗട്ട് ബോർഡർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹാഫ് ആൻഡ് ഹാഫ് പോർഷനിലാണ് ഇതിൻ്റെ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. വീതി എന്ന് വെച്ചാൽ ബോർഡർ വരുമ്പോൾ ഇത്രയ്ക്ക് വീതി വരുന്നുണ്ട് കേട്ടോ. ഉടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. അതുപോലെ തന്നെ ഇത് മുന്താണി പോർഷൻ വരുന്നത്. പിന്നെ ബാക്കിയുള്ള സൈഡ് മൊത്തം പോയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബോഡി ഫുൾ പോയിരിക്കുന്നത് സെയിം ഇങ്ങനെ തന്നെ. ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം, ഒരു റിച്ച് ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഒരു മോഡലുണ്ട്, അടിപൊളി കേട്ടോ. ഇതൊക്കെ ശരിക്കും എടുത്ത് കാണിക്കേണ്ടതാണ്. ചന്തേരിയിൽ അല്ലേ? ചന്തേരിയിൽ സെയിം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡിൽ ട്രഡീഷണൽ വെയറിൽ ഇതിൽ മുന്താണി വരുമ്പോൾ ഇതാണ് വരുന്നത്. ലൈൻ ആയിട്ട് വരുന്ന മുന്താണി. അതേപോലെ തന്നെ ഇതിൻ്റെ ബോഡി അതിനേക്കാളും ഭംഗിയാട്ടോ കാണാനായിട്ട്. ബോഡി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ബോഡിയിൽ ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത്. ആ ഉടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു ഭംഗി എല്ലാവരും ചോദിക്കും, ഇത് എവിടെ നിന്നാണ് ഈ സാരി ഇല്ലേ? നല്ല വർക്കായിട്ട്. ഇത് കാണുന്നത് പ്രിന്റ് അല്ല കേട്ടോ, ഫുൾ ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ ഒരു ചാൻസ് ഇല്ല പോകാനായിട്ട്. അത്രയും നീറ്റ്.
ഇത് നേരത്തെ കണ്ടതാണെങ്കിൽ നമുക്ക് ബോർഡറിലാണ് വർക്ക് വരുമ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത്. അത് ഗോൾഡൻ്റെ സെറിയിലും വന്നിട്ടുണ്ട്, ബ്ലാക്ക് ത്രെഡിലും ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അപ്പം മുന്താണി വരുമ്പോൾ നമുക്ക് ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സെറിയിൽ ഇങ്ങനെ ഒരു വർക്ക്. ഇങ്ങനത്തെ ഒരു മോഡൽ ബൂട്ടിക്ക് തന്നെയാട്ടോ, അതിനൊരു സംശയമില്ല. ആദ്യ ബൂട്ടിക്ക് ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ഒരു നമുക്ക് ഇത്ര നേരം കണ്ടത് ഗോൾഡൻ ആയിരുന്നു, ഇപ്പോൾ കണ്ടത് നമുക്ക് സിൽവർ കളറിൽ ബ്ലാക്ക് ആൻഡ് സിൽവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എവർഗ്രീൻ കളർ. അത് വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതാ ഇതിലിപ്പോൾ പ്രിന്റുകൾ മാറി മാറി നിൽക്കും. ഇതിപ്പോൾ കാണുന്നത് നമുക്ക് കോട്ടണിലാണ് വരുന്നത്, കേരള കോട്ടണിൽ. നമ്മൾ ടിഷ്യൂലുണ്ട്, കോട്ടണിലും വരുന്നുണ്ട്, അതുപോലെ ഹാൻഡ്ലൂം ഉണ്ട്, പവർലൂമും ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. നിങ്ങളുടെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് ചെക്കിൽ സിൽവറിൽ കേട്ടോ, സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന കളക്ഷനാണ്. ഇത് സിമ്പിൾ ഇങ്ങനെ തന്നെ, പക്ഷെ ഇത് ഉടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. അത് കാണിച്ചു. ഇത് ത്രെഡ് വർക്കാണല്ലേ ഫുള്ള്? അതെ, ഫുൾ ത്രെഡ് വർക്ക്. എല്ലായിടത്തും നമ്മൾ കണ്ടിരിക്കുന്ന ഒരുവിധം പ്രിന്റ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക, പക്ഷേ ഇത് കാണുന്നത് ഫുൾ ത്രെഡ് വർക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ ചാൻസിൽ പോകാനായിട്ട്. ടിഷ്യൂല് വരുന്നുണ്ട്, കോട്ടണിലും വരുന്നുണ്ട്. ഇത് ആകുമ്പോൾ പ്രിന്റ് ആണ് കേട്ടോ. ഇനി പ്രിന്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെയില്ലല്ലേ? പ്രിന്റ് ചെയ്യാൻ പറ്റും, അതും ചെയ്യാം. നമ്മുടെ ഇവിടെ നോ എന്നുള്ള ഒരു വാക്കേ ഇല്ല അല്ലേ? ആ, അപ്പോൾ ഇതുപോലെ കുറേ കളക്ഷൻസ് ഇനിയുണ്ട്. ഇതൊക്കെ നമുക്ക് എവിടെ പോയാൽ കാണാൻ പറ്റും? ഒന്നില്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി കാണണം, ഇല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൻ്റെ പേര് goadia.com. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യട്ടെ ഏതാ വെബ്സൈറ്റിനുള്ളത്. ഇത് കൂടാണ്ട് നമുക്ക് നേരിട്ട് വരണമെങ്കിൽ തൃപ്പൂണിത്തറ പറയൂ അഡ്രസ്സ്. കളരിക്കൽ മാൾ കെ മാൾ കേട്ടോ, കളരിക്കൽസ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൂട്ടിക്കാണ്. നമ്മൾ ഇത്ര നേരം കണ്ടു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ നമ്മൾ യൂണിറ്റ് കണ്ടില്ലല്ലോ. അതൊന്നും കാണണ്ട, നമുക്ക് പോയാലോ? പോകാം. ഇതാണോ യൂണിറ്റ്? അടിപൊളിയാണല്ലോ. യൂണിറ്റ് അടിപൊളിയാണ്. ഇവിടെ ഫോട്ടോഷൂട്ട് ആ ഒരു സംഭവം നമ്മൾ എവിടെയാണ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഫോട്ടോ എടുത്തിട്ടാണ് വെബ്സൈറ്റിൽ ഇടണമല്ലോ അല്ലേ? ഓക്കെ. ആ, അപ്പോൾ വെബ്സൈറ്റിൽ ഇടാനായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ് ഇത് മെയിൻ ആയിട്ട് അല്ലേ? ഇവിടെ അയനിങ്, കട്ടിങ് അതൊക്കെ പരിപാടി ഇവിടെയാണ് നടക്കുന്നത്. പിന്നെ എംബ്രോയിഡറി ചെയ്യണത് അതിലുണ്ട്. പിന്നെ വേറെ ഉണ്ട് വലിയ ഇതുണ്ടല്ലേ വർക്ക് ചെയ്യാനായിട്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇപ്പൊ ചെയ്യാൻ പോണതാന്ന് തോന്നുന്നത്. വരച്ചിട്ടിട്ടുണ്ട് ഡിസൈൻ, പെൻസിൽ കൊണ്ട് വരച്ചിട്ടിട്ട് അതുപോലെ തന്നെ അതിൽ ഫുൾ ഇങ്ങനെ വർക്ക് ചെയ്യും അല്ലേ? ആ, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ്. അത്യാവശ്യം സ്റ്റിച്ചിങ് കാര്യങ്ങൾ ഇതൊക്കെ ബട്ടൺ വെക്കാനുള്ളത്. എന്താ അത് നമ്മൾക്ക് ഇത് ഇന്റർലോക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ കളർ അനുസരിച്ച് ബട്ടൺ വെക്കുന്നതാണ്. ഷോ ബട്ടൺ നമ്മുടെ ഡ്രസ്സിന്റെ കളർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. പിന്നെ ഇത് കുറേ തുണിയില് ഇത് നമ്മൾ ചെയ്തതാണ്. ഇപ്പൊ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാനുള്ളതാവും അല്ലേ പുറത്തേക്ക്? ഓക്കെ. ഇങ്ങോട്ടൊന്ന് നീങ്ങി നോക്കട്ടെ. നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട് ഓരോന്ന്. ഇതൊക്കെ കസ്റ്റമൈസ് ആള് ചെയ്യിപ്പിച്ചിട്ടുള്ള വർക്കാവും അല്ലേ? പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഫുൾ നിങ്ങളുടെ ചെയ്തിട്ടുള്ള വർക്കല്ലേ? നമ്മൾ തന്നെ ചെയ്തതാണ്. ഓ, അങ്ങനെ മോം ഡോട്ടർ കോംബോ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കുട്ടിക്ക് ഇത് അമ്മയ്ക്ക് സെയിം മെറ്റീരിയലിൽ തന്നെ വർക്ക് സെയിം ഒക്കെ ആയിട്ടുള്ളത്. ഇതിലാകുമ്പോൾ സ്ലീവ് കുറച്ച് പഫായിട്ട് വരുമ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി കുട്ടിക്ക് ആയിട്ടുള്ള രീതിയിൽ കേട്ടോ. അവർ പറഞ്ഞിട്ടുള്ള കളറാണോ അത്? അതെ, അവർ ചൂസ് ചെയ്ത് പോയിട്ടുള്ളത് അല്ലേ? അടിപൊളി. അപ്പോൾ അങ്ങനത്തെ വർക്കുകളതുണ്ട്, ചെയ്യാൻ പറ്റും. അപ്പം മോം ഡോട്ടർ എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നില്ല. അതും ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പട്ടുപാവാട യൂസ് ചെയ്യാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ ധാവണി യൂസ് ചെയ്യാൻ പറ്റാത്തവർ, സാരി യൂസ് ചെയ്യാൻ പറ്റാത്തവർ, ഇത് സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്ക് ടൈപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇതിൽ അടിയിലിങ്ങനെ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇതില്ലേ. അടിപൊളി. ഇനി ഈ ഒരു സംഭവം എന്ന് പറയാനായിട്ട് ഇതും കുറച്ച് വെറൈറ്റിയാണ്. ഈ പാനൽ വർക്കിൽ ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത് ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ വരാറുണ്ട് അല്ലേ ഇങ്ങോട്ട്? ഇതൊക്കെ കസ്റ്റമൈസ് ഇതൊക്കെ ശരിക്കും വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റും ഈ മോഡൽ തന്നെ. ഇതൊക്കെ ബനാറസി
മെറ്റീരിയലാണ് കേട്ടോ. അതിൽ ബനാറസിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഫുൾ. അപ്പം നമ്മുടെ എന്താ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇതൊക്കെ ജാക്കറ്റ് മോഡലിൽ വരുന്നത്. ഇത് നമ്മളവിടെ വേറെ മോഡലാണ് കണ്ട ജാക്കറ്റിൽ, പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ബട്ടണൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് പറഞ്ഞു ചെയ്തത് മോഡൽ കാണിച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടംപോലെ. ഇതും ചെയ്തവർക്ക് ഇതാണ് നോക്കട്ടെ. ഇത് ഫുൾ വർക്ക് ചെയ്തതല്ല, പ്രിന്റിൽ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ടൈപ്പ്. അതുപോലെ തന്നെ അടിയിൽ ഫുൾ ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ കണ്ട മെറ്റീരിയലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അവിടെ മെറ്റീരിയൽ നമുക്ക് പട്ട് അവിടെ തയ്ക്കാൻ, അല്ല സോറി, സ്കേർട്ട് തയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ കുറേ ഇത് അവരെ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള കളക്ഷൻസ് അപ്പുറത്തായിരിക്കണത്. ഇപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ട ഇതിലേക്ക് സൈസിലേക്ക് വരണമെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അളവൊക്കെ എടുക്കുക, ഇവിടെ വന്നിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പോൾ അഡ്രസ്സ് ഞാൻ വീണ്ടും പറയുകയാണ്, തൃപ്പൂണിത്തുറ കളരിക്കൽ മാള്, KM മാളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. ആദ്യ അടിപൊളി പേരാണ്. മനസ്സിൽ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ്. ലേഡീസിൻ്റെ ഐറ്റംസ് മാത്രമേ കിട്ടുള്ളൂ. കുട്ടികൾക്ക് തൊട്ട് വലിയ എത്ര വയസ്സായാലും ലേഡീസിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്, സിംഗിൾ പീസായിട്ട് കിട്ടും. വീഡിയോ കോൾ ത്രൂ ആയാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വെബ്സൈറ്റ് ത്രൂ ആയാലും പർച്ചേസ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റിൽ കയറിയിട്ടാലും ഓൺലൈൻ പറ്റും. അങ്ങനെയും വേണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. നേരിട്ട് എത്ര ഓപ്ഷൻസ് ഉണ്ടല്ലോ പർച്ചേസ് ചെയ്യാം. വീഡിയോ കോൾ ത്രൂ, വെബ്സൈറ്റ് ത്രൂ, ഡയറക്റ്റ് വരണമെങ്കിൽ ഡയറക്റ്റ് വരാം. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കളക്ഷൻസ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാക്കിയുള്ള പിള്ളേരുകളൊക്കെ ഇങ്ങോട്ട് പോയി വാ, ഒരു ടാറ്റ പറയണ്ടേ. ഇത് മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള ഒരു ഓഫ് ആയിരിക്കും അല്ലേ. ഒരു ദിവസം വീക്കിലി ഒരു ഓഫ് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ യൂണിറ്റ്. അപ്പം ഇനി ഒന്നുകൂടി നമുക്ക് ഷോപ്പിലേക്ക് പോയാലോ. അവിടെ കുറച്ച് ഐറ്റംസും കൂടി കാണിക്കാനുണ്ട്. ശരി, വരും, പോവാ. നമുക്കപ്പോൾ അപ്പുറത്തെ സൈഡിലേക്കാണ് കേട്ടോ. ഇതൊക്കെ ഫുൾ ലിനന്റെ സാരീസ് ആണ്. മിസ്സായി പോയ. അപ്പൊ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് അല്ലേ ചൂസ് ചെയ്യാൻ. ഇതൊക്കെ ലിനന്റെ സാരീസ്. മുന്താണി വരുമ്പോ ഇത് ബ്ലൗസാന്ന് തോന്നുന്നു ഈ പോർഷൻ. ഇത് ബ്ലൗസ്, ഈ പോർഷൻ. അതുപോലെ തന്നെ മുന്താണി ഇവിടെ വരുന്നത് ഫുൾ നിവർത്തണില്ല, കാരണം ഇത് ഫുള്ളി ഇതായി പോകും. അത് കാരണം കേട്ടോ, ഇത് ഫുൾ ലിനനിൽ വരുന്ന സാരീസ് ആണ് കേട്ടോ. കളേഴ്സും ഉണ്ട്. ഇപ്പൊ ബുട്ടിക്ക് ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വെയർ ഹൗസ് ഒക്കെ ഉണ്ടാവില്ല, വേറെ സ്ഥലത്ത് ഉണ്ടാവില്ല സ്റ്റോക്കുകൾ. ഇത് ഇക്കത്തില് അല്ലേ, ഇക്കത്തിൽ ഇത്രയും അധികം സാരീസിന്റെ കളക്ഷൻസ്. അത് കോട്ടണിൽ വരുന്നുണ്ട്, ചന്തേരിയിലുണ്ട്, അങ്ങനെ പല ഇതിൽ വരുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഇക്കത്തിൽ വരുന്നതാട്ടോ. എന്തോരം വെറൈറ്റികളാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിസ്സായി പോയിട്ടോ കാണാനായിട്ട്. അത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞത് നന്നായി. ഇത്രയും കളക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കേരള ട്രഡീഷണൽ സാരി, നല്ല കോട്ടന്റെ സാരികളാണ്. ചന്തേരി കോട്ടൺ, ചന്തേരി കോട്ടണിൽ ഷിബോരി വർക്കാണ് അതിൽ വന്നിരിക്കുന്നത്. അതിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. ബോർഡറും വരുന്നുണ്ട്, ഇത്രയ്ക്ക് ബോർഡർ വരുന്നുണ്ട് കേട്ടോ. അതാ ഇവിടെ ഇട്ട് ബ്ലാക്ക് ഗ്രീൻ ഒക്കെ ആയിട്ട് ശരിക്കും കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഫീൽ ചെയ്യും. പക്ഷെ ഒക്കെയ്ക്ക് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കളേഴ്സ് മാറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചന്തേരി കോട്ടണിൽ വരുന്ന കളക്ഷൻസ് സാരീസാണ് കേട്ടോ. ഇത് മൊത്തം മെറ്റീരിയൽസ് അല്ല. പിന്നെ ഇത് കേരള ട്രഡീഷണൽ സാരീസ്. അതിൽ പല പ്രിൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അതാ ഇത് ഒരു പ്രിൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണൻ രാധം ഇരിക്കുന്നത് അത് ബോർഡറിലാണ് ഇങ്ങനെ വർക്കുകൾ. അങ്ങനെ പ്രിൻറ്റുകളൊക്കെ വേറെ കുറേ ഉണ്ട് കേട്ടോ. ഇത് വലിയ വർക്ക് അല്ലേ, വലിയ പ്രിൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ടിഷ്യൂല് ഇതൊക്കെ കാണിക്കുന്നത് മൊത്തം ടിഷ്യൂലാണ് കേട്ടോ. കേരള ട്രഡീഷണൽ വെയറിൽ പ്രിൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ പ്രിൻസ് ആണ്. ബ്ലാക്ക് ആൻഡ് ഗോൾഡിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെയുണ്ട്, ബ്ലാക്ക് സിൽവറിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെയുണ്ട്. അങ്ങനെ വെറൈറ്റികൾ ഡോട്ട്സിൽ, പോൾക്ക ഡോട്ട്സിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അങ്ങനെ ഇതൊക്കെ അതിൽ വരുന്ന വെറൈറ്റി കളക്ഷൻസ്. ഇത് ഇനി കാണിക്കാൻ പോണത് മൊത്തം നമുക്ക് കോട്ടണിലാണ് കേട്ടോ. നേരത്തെ കണ്ടത് മൊത്തം നമ്മൾ ടിഷ്യൂലായിരുന്നു. ഇത് വരുന്നത് കോട്ടണിലാണ് കേട്ടോ ഈ ഫുൾ വരുന്നത്. ഇത് വരുന്നത് നിവർത്തണം അല്ലേ. ഏത് നിവർത്തിയാലും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് കേട്ടോ. ഇത് ടെമ്പിളിൻ്റെ വർക്ക് ആകുമ്പോൾ ഇതാകുമ്പോൾ പ്രിൻറ്റ് കോപ്പറിൻ്റെ സെറിയിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതാകുമ്പോൾ ബ്ലാക്കിൽ കോട്ടൺ, അതുപോലെ തന്നെ ഇതാകുമ്പോൾ കോപ്പറിൽ വരുന്നതാണ്. ചന്തേരിയുടെ ഒരു സാരിയാണ്. വെറൈറ്റി അല്ലേ, ത്രെഡ് വർക്ക് വരുന്നത്, ഫുൾ ത്രെഡ് വർക്ക് തന്നെ.
ചന്തേരിയിൽ ഫുൾ ത്രെഡ് വർക്കിൽ സെയിം കളറിൽ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ത്രെഡിൻ്റെ വർക്കുകൾ മാറി മാറി നിൽക്കും. അതുപോലെ തന്നെ ഇത് കാണുന്നത് ഫുൾ ടെസൽസ് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു മുന്താണിയുടെ പോർഷൻസ് എല്ലാതും സെയിം. സാരി കാണുമ്പോൾ ഒക്കെ ഏകദേശം സെയിം ആണ്, പക്ഷെ അതിൻ്റെ ത്രെഡ് വർക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ ത്രെഡുകൾ വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ ത്രെഡ് വേണ്ട, നമുക്ക് പ്രിൻ്റ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ പ്രിൻ്റ് ആയിട്ടും അവൈലബിൾ ആണ്. അതാ ഇത് പ്രിൻറ്റിൽ വരുന്ന സെയിം കളറിൽ തന്നെ വരുന്ന കളേഴ്സ്. ഇതെന്താ? ഇതും സാരിയാണ്. ഇത് ലിനനില് ഡിജിറ്റൽ പ്രിന്റിൽ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ബാട്ടിക് പ്രിന്റ് അങ്ങനത്തെ ടൈപ്പ് ആയിട്ടായിരുന്നു. ഇത് വരുന്നത് നമുക്ക് ഡിജിറ്റലിൽ. ഇത് ഡിജിറ്റൽ പ്രിന്റ് മുന്താണി കേട്ടോ ഈ ഒരു പോർഷൻ. അതുപോലെ തന്നെ ഇത് വരുന്നത് നമുക്ക് ബോഡിയുടെ വർക്കാണ് വരുന്നത്. ഇത് ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ പല പല പ്രിന്റ്സ് വരുന്നുണ്ട്, കളേഴ്സും വരുന്നുണ്ട്. ഇതാകുമ്പോൾ ഡിഫറെൻ്റ് ഒരു വേറെ ഒരു ഷെയ്ഡ്, ഒരു ഗ്രീനും ബ്ലൂ ഒക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അല്ലേ. ഒക്കെ വ്യത്യാസങ്ങൾ തന്നെ, ഒക്കെ ഡിജിറ്റലിൽ തന്നെ. ഇത് ടെസറിൽ, ഇത് ടെസറിൽ കേട്ടോ. ടെസറിൽ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് വരാം. ടെസറിലും സാരീസ് ഉണ്ട്. ഇതൊക്കെ പ്യുവർ ടെസറിൽ വരുന്നതുണ്ട്. സെമിയിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അല്ലേ. അതെ, ഇതൊക്കെ സെമി ടെസർ. സെമി ടെസർ, അതാണ് ഞാൻ പറഞ്ഞത്. സെമിയിൽ വേണമെങ്കിൽ സെമിയിലുണ്ട്, പ്യുവറിൽ വേണമെങ്കിൽ പ്യുവറിലുണ്ട്. അത് തൊടുമ്പോഴാണ് ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. ഒറിജിനലും ഡൂപ്പും തമ്മിലുള്ള ഒരു ഫീൽ കേട്ടോ. ഇതിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആണെന്ന് ടെസറിൽ കേട്ടോ. റേറ്റ് ഞാൻ നോക്കിയിട്ട് ഞാൻ മേടിക്കാം. നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് റേറ്റ് നോക്കി നിങ്ങൾ മേടിച്ചു അല്ലേ. അതെ, അപ്പോൾ ഇതൊക്കെ ഫുൾ ടെസറിൽ വരുന്ന കേട്ടോ. ഇതൊരു വെറൈറ്റി. ഇത് വീവിങ് ആണ് കേട്ടോ. വീവിങ് വരുന്നത് നമുക്ക് ആ ഒരു കോപ്പറിൻ്റെ വർക്കിലാണ് വീവിങ് വരുന്നത്. ടെസറിൽ തന്നെ വരുന്ന വർക്കുകൾ. ഇത് ബാട്ടിക് പ്രിൻറ്റിലാണ് വരുന്നത്. ടെസറിൽ ബാട്ടിക് പ്രിൻറ്റ് ചെറിയ ചെറിയ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഓടിപ്പിച്ച് കാണിക്കണമല്ലോ, കാരണം ഓൾറെഡി അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഇനി കാണണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. എന്തിനാ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണം, ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നൂടെ അല്ലേ. നല്ല നല്ല കളക്ഷൻസ് ഇങ്ങനെ തൊട്ട് ഫീൽ ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെസർ കളക്ഷൻസ്. ഇതാ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയും സ്പേസിൽ ഇത്ര എന്താ പറയുക, നമ്മൾ ഇത്രയും ആദ്യം കളക്ഷൻസ് കാണിച്ചു, ഇനിയും കാണിക്കാൻ കിടക്കുന്നുണ്ട്. ഇതൊക്കെ കാണിക്കണമെങ്കിൽ ഡയറക്റ്റ് വന്നേ പറ്റുള്ളൂ. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തറയിൽ കെ മാളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ബുട്ടിക്കാണ്. ഇവിടെ കിട്ടുന്ന ഐറ്റംസ് ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും. കിഡ്സിന് തൊട്ട് വലിയ ആൾക്കാർക്കുള്ള എല്ലാ ആൾക്കാർക്കുള്ള ഐറ്റംസും ഇവിടെ കിട്ടും അല്ലേ. അപ്പം ഇനി ബൈ പറയാം. വാ, അവര് മടിച്ച് നിൽക്കാണ് വരാനായിട്ട്. എന്താ അത്ര മടി? പിന്നെന്താ വിളിക്കുമ്പോ വരുന്നില്ലേ, ഒരു ടാറ്റ വേണ്ടാന്ന്. അപ്പൊ ടാറ്റ പറഞ്ഞു. അപ്പൊ എല്ലാരും വരണമെന്ന് പറ. എല്ലാവരും വരണം എന്നാ പറയണത്. ആര് വന്നാലും ഒന്നും എടുക്കാതെ പോകാനുള്ള ഒരു ഇത് വരില്ല. അത്രയും ഐറ്റംസ് ഉണ്ട് നമുക്ക് ഉണ്ട്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ രീതിയിൽ, നമ്മുടെ കാശിന് ഒതുങ്ങിയ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്ന് അതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.